ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാത് ഗുണിച പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താൻ അപി സതതമീഡേ ഗുരുവരാൻ ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാര നാശം വിധായ ഹി തതോദയതേ വിവേകഃ. ഹരിഹി ഓം ഹരിഹി ഓം ഹരിഹി. എല്ലാവരും കൂടി പതിവ് പോലെ 3 തവണ ഊർജ്ജസ്വലതയോടുകൂടി ഓങ്കാരം ജപിക്കുക. ഇതൊരു സംയുക്ത തപോനുഷ്ഠാനമാണ്. ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ നേരിട്ടുള്ള ഫലം അപ്പോൾ തന്നെ ഉണ്ടാകുന്നതിന് പുറമെ ഈ കൂട്ട തപസ്സുകൊണ്ട് നാം ലോകം മുഴുവനും മംഗളകരമായ ശാന്തിപ്രദമായ ഒരു സ്വാധീനം രചിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ മനസ്സ് വിശ്വത്തോളം വളർന്ന് എല്ലാവരും ഇതിൽ പങ്കെടുക്കൂ. വലിയ ഒരു പുണ്യാവസരമാണിത്. ഹരിഹിം ഹരിഹിം. ഓ സദസ്സങ്ങട് കൊഴുക്കണില്ലല്ലോ. എന്താ നിങ്ങൾക്ക് പറ്റിയേ? ഓ ഹരിഹി ഓം തത്സ ഹരിഹി ഓം തത്സ. ഇവിടെ എഴുതിയിട്ടുള്ള ശ്ലോകം എല്ലാവർക്കും കൂടി ചൊല്ലാം. അത് നമ്മുടെ ഒരു മുദ്രാവാക്യം, ഒരു ആഹ്വാനമായി കണക്കാക്കണം എല്ലാവരും. യദി ദേഹം പൃഥകൃത്യ ചിതി വിശ്രാമ്യ തിഷ്ഠസി. നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ള അഷ്ടാവക്ര സംഹിതയുടെ 1-ാം അധ്യായം ഇല്ലേ? അത് നോക്കിക്കോളൂ. യദി ദേഹം പൃഥകൃത്യ ചിതി വിശ്രാമ്യ തിഷ്ഠസി അധുനൈവ സുഖീ ശാന്തോ അധുനൈവ സുഖീ ശാന്തോ ബന്ധമുക്തോ ഭവിഷ്യസി ബന്ധമുക്തോ ഭവിഷ്യസി. ഈ സദസ്സിലുള്ളവരെല്ലാവരും തന്നെ നമ്മുടെ ഉള്ളിലുള്ള കെട്ടുകൂട്ടുകളും വള്ളികളും നൂലാമാലുകളും എല്ലാം തീർന്ന് ആ സ്വതന്ത്രത അനുഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് എത്ര പെട്ടെന്നാണ് അഷ്ടാവക്ര മഹർഷി ജനക മഹാരാജാവോട് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ഒരു 58 കൊല്ലമായി ഭഗവത്ഗീതയെ ആധാരമാക്കിയും ഉപനിഷത്തുകളും പ്രകരണ ഗ്രന്ഥങ്ങളുമെല്ലാം അടിസ്ഥാനമാക്കി ഭാരതത്തിലും വിദേശങ്ങളിലും സംസാരിച്ചു പോരാൻ തുടങ്ങിയിട്ട് എവിടെ ചെന്നാലും സംസ്കൃത ഭാഷ, സംസ്കൃത ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കാറുള്ളത്. എന്ത് കാര്യം പറയുമ്പോഴും സംസ്കൃതത്തിൽ എന്തെങ്കിലും ചില ശ്ലോകങ്ങൾ കയ്യിലുണ്ടാവും, അത് പറയേണ്ടി വരും.
അതിൽ നിന്ന് നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഒരു സാംസ്കാരിക നിധിയുണ്ട്. ആ നിധി സംസ്കൃത ഭാഷയിലാണ് രചിച്ചു വച്ചിരിക്കുന്നത്. ഈ സംസ്കൃത ഭാഷ എന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ട ഒരു ഭാഷയാണ്. നിങ്ങൾക്കറിയാം, ഇന്ത്യ രാജ്യത്ത് അനവധി ഭാഷകളാണ്. പലതരത്തിലുള്ള പ്രദേശങ്ങളും വേഷങ്ങളും ഭക്ഷണക്രമങ്ങളും വിധാനങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ പണ്ടുകാലം മുതൽക്ക് തന്നെ ഹിമാലയ സമാരഭ്യ യാവത് ഇന്ദു സരോവരം തദ്ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. സ്ഥാനം എന്നൊന്നുണ്ട്. അത് പറയുമ്പോൾ ഉടനെ പറയും ഹിന്ദുമതം ഹിന്ദുക്കളെന്ന്. അങ്ങനെയല്ല, അതൊരു ഭൂപ്രദേശത്തിൻ്റെ പേരാണ് ഹിന്ദുസ്ഥാനം. അവിടെയുള്ളവരെല്ലാവരും ഹിന്ദുക്കളാണ്. ആ ഭൂപ്രദേശത്തിലുള്ളവർ, ഇന്ത്യയിലുള്ളവരൊക്കെ ഇന്ത്യക്കാരാണ്, യൂറോപ്പിലുള്ളവരൊക്കെ യൂറോപ്യന്മാരാണ്. അതുപോലെ ഹിന്ദു എന്നുള്ള വാക്ക് ഒരു മതത്തിനെ സൂചിപ്പിക്കുന്നതല്ല, ഒരു ഭൂഖണ്ഡത്തെ ഉപഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിൻ്റെ വിസ്താരം എവിടത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ വടക്ക് ഹിമാലയത്തിൽ നിന്ന് തുടങ്ങി കന്യാകുമാരിക്ക് അപ്പുറം സമുദ്രത്തിൽ ആണ്ടുപോയിട്ടുള്ള ഇന്ദു സരോവരം വരെ ഒരു ഭാഗത്ത് പർവ്വതം, ബാക്കി 3 ഭാഗത്ത് സമുദ്രം. അങ്ങനെ ആഴി തൊട്ട് നിൽക്കുന്ന ഭൂപ്രദേശത്തെയാണ് ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നത്. ഹിമാലയത്തിൽ നിന്ന് ആദ്യത്തെ അക്ഷരമെടുത്തു ഹി, ഇന്ദു സരോവരത്തിലെ ഹിന്ദുവിൽ 2ാമത്തെ അക്ഷരവും എടുത്ത് ഹിന്ദു എന്നാക്കി തീർത്ത ആ പുതിയ സമ്പ്രദായം നിങ്ങൾ ധരിക്കുന്ന പഴയ സമ്പ്രദായത്തിലൂടെ ഈ ശ്ലോകം ഇതെവിടെയാ എന്ന് വെച്ചാൽ ബാർഹസ്പത്യ സംഹിതയിലാണ് ഈ ശ്ലോകം കാണുന്നത്. ഞാൻ ഈ പറയുന്ന മിക്കവാറും ശ്ലോകങ്ങളെല്ലാം ചരിത്രാതീത കാലം മുതൽക്കേ രൂപപ്പെട്ട് അന്ന് മുതൽക്ക് എണ്ണമറ്റ തലമുറകളായി നാം സൂക്ഷിച്ചു പോരുന്നതാണ് ഈ സംസ്കൃത ഭാഷയും അതിലുള്ള കൃതികളും. ഇന്നത്തെ കാലത്ത് അനവധി ആൾക്കാരങ്ങനെ സംസ്കൃതം എഴുതാറില്ല. അതിനൊരു പ്രസക്തിയുമില്ല. അതിനുള്ള കാരണമുണ്ട്, നിങ്ങളെല്ലാം മനസ്സിലാക്കണം. ഈ സംസ്കൃതം ഇന്ന് എഴുതാതെയും പറയാതെയും ഇരിക്കുന്നതിനുള്ള കാരണം ചരിത്രപരമാണ്, വളരെ മനസ്സിലാക്കേണ്ടതാണ്. അഷ്ടാവക്ര സംഹിത, ഭഗവത്ഗീത, പ്രകരണ ഗ്രന്ഥങ്ങൾ, രാമായണം, മഹാഭാരതം എന്ന് തുടങ്ങി പല ഗ്രന്ഥങ്ങളുമാണ് നമുക്ക് സംസ്കൃതത്തിൽ സാംസ്കാരികവും ചരിത്രപരവുമായ ഒരു നിധിയായി നമ്മുടെ പൂർവികർ സൂക്ഷിച്ചു വന്നിട്ടുള്ളത്. നമ്മുടെ സംസ്കാരത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ പ്രമാണമുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായി ഡോക്യുമെൻ്റ് ചെയ്ത് വച്ചിട്ടുള്ളതായ ഗ്രന്ഥങ്ങളും ശാസ്ത്രങ്ങളുമാണ്. അതിൽ വേദങ്ങൾ അനാദികാലം, ആദ്യകാലം എപ്പോഴാണ് തുടങ്ങിയതെന്ന് പറയാൻ പറ്റില്ല. വായിൽ നിന്ന് ചെവിയിലേക്ക് പകർന്നു കൊടുത്ത് വന്നതാണ് എഴുതാതെ. അത് ചരിത്രാതീത കാലം എന്ന് പറയുമ്പോൾ ചരിത്രം 500-600 BC വരെയേ ഉള്ളൂ. അതിനൊക്കെ എത്രയോ മുമ്പ്, 1000 ആണ്ടുകൾ മുമ്പ് എഴുതി വച്ചതാണ്. ആ ശാസ്ത്രീയമായിരിക്കുന്ന സംസ്കൃത രചനയാണ് നമുക്കുള്ളത്. ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശാസ്ത്രത്തിന് 2 അടിസ്ഥാനമാണ്. ഒന്ന് ഓബ്സർവേഷൻ, രണ്ടാമത് ഇൻഫറൻസ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് നോക്കി കാണുന്നു, കണ്ണ്, മൂക്ക്, ചെവി ഇത്യാദികൾ കൊണ്ട്. ആ നോക്കിക്കണ്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബുദ്ധി കൂലങ്കഷമായി ആലോചിച്ച് കാര്യകാരണങ്ങൾ പൊരുത്തപ്പെടുത്തി എടുക്കുന്നതാണ് ഊഹാപോഹം, അനുമാനം, നിഗമനം എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ അറിവ് മുഴുവനും. ഈ 2 അടിസ്ഥാനത്തിലുമാണ് സംസ്കൃതത്തിലുള്ള രചനകളെല്ലാം തന്നെ. നമ്മുടെ ആയുർവേദ ശാസ്ത്രമെടുക്കൂ, ശരീരത്തിന് വേണ്ടതുപോലെ വിവരിക്കുന്നു, ശരീരാംഗങ്ങളുടെ ഗുണദോഷങ്ങൾ പറയുന്നു, മരുന്നുകൾക്കുള്ള പ്രോപ്പർട്ടീസ്, ഫലങ്ങളോ അതിൻ്റെ ഗുണമൂല്യങ്ങളോ ഒക്കെ ഭേഷായി ചിത്രീകരിച്ച് പറയുന്ന ഒരു ആയുർവേദ ശാസ്ത്രമുണ്ട്, ജ്യോതിഷ ശാസ്ത്രമുണ്ട്, അർത്ഥശാസ്ത്രമുണ്ട്, അധ്യാത്മശാസ്ത്രമുണ്ട്, മനഃശാസ്ത്രമുണ്ട്, ബൗദ്ധശാസ്ത്രമുണ്ട്. ഇങ്ങനെ എല്ലാം നമുക്ക് ശാസ്ത്രമാണ്. ഒരുപക്ഷെ സയൻസ് എന്നുള്ള വാക്ക് ലോകത്തിൽ ഉടലെടുക്കുന്നതിന് എത്രയോ മുൻപേ ശാസ്ത്രീയത, ശാസ്ത്രം എന്നുള്ള വാക്ക് നമുക്കുണ്ടായിരുന്നു. എന്ത് വിഷയമെടുത്താലും അത് ശാസ്ത്രീയമായി അവതരിപ്പിക്കുമ്പോൾ ഗുണദോഷപൂർവകം അപഗ്രഥിച്ച് യുക്തിസഹമായി നമ്മൾ അവതരിക്കുമ്പോഴേ അത് ശാസ്ത്രീയമായ ഒരു അവതരണമായുള്ളൂ. അങ്ങനെ വിശേഷപ്പെട്ട ഈ ഭാഷ പോകാതെ സൂക്ഷിച്ചതിൻ്റെ പേരിലാണ് അതിന് ദേവനാഗരി എന്നൊരു പേര് വന്നത്. ഈ ദേവനാഗരി എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ലാത്ത കാര്യമോ അവരുടെ പിടിപാടിൽ നിന്ന് കവഞ്ഞു നിൽക്കുന്നതോ കിടന്നു നിൽക്കുന്നതോ ആണെങ്കിൽ അതിനൊരു ദേവം, ദിവ്യം എന്ന് നമ്മൾ പറയാറുണ്ട്. അഭൗമം, അലൗകികം എന്ന് പറയുന്നത് പോലെ ഭൗമമല്ല, ദിവ്യമാണ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്.
മനുഷ്യൻ്റെ മുഖത്തിൽ നിന്ന് പുറപ്പെടുന്നത് മുഴുവനും എന്തെല്ലാം അക്ഷരങ്ങളോ സ്വരങ്ങളോ വ്യഞ്ജനങ്ങളോ ഉണ്ടോ അത് മുഴുവനും കണ്ടെത്തി. സംസാരിക്കാൻ നമുക്ക് നാവുണ്ട്, പല്ലുണ്ട്, തൊണ്ണുണ്ട്, ചുണ്ടുണ്ട്, കണ്ഠമുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് എത്ര ശബ്ദങ്ങളോ അക്ഷരങ്ങളോ പുറത്തു വരും എന്നവർ കണ്ടു. കണ്ഠ്യം എന്ന് പറഞ്ഞാൽ കണ്ഠത്തിൽ നിന്ന് പുറപ്പെടുന്നത്, താലവ്യം താലുവിൽ നിന്ന് പുറപ്പെടുന്നത്, മൂർധാവിൽ നിന്ന് പുറപ്പെടുന്നത് മൂർധ്യം, പല്ലിൽ നിന്ന് പുറപ്പെടുന്നത് ദന്ത്യം, അത് കഴിഞ്ഞാൽ ഓഷ്യം. ഇങ്ങനെ 5 തരത്തിലുള്ള വ്യഞ്ജനങ്ങളാണ് നമുക്ക്. അതിൽ ഖരാക്ഷരങ്ങളുണ്ട്, അതിഖരാക്ഷരങ്ങളുണ്ട്, മൃദുവുണ്ട്, ഘോഷമുണ്ട്, അനുനാസികം മൂക്കിലൂടെ പ്രവർത്തിക്കുന്ന ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു ശാസ്ത്രരൂപത്തിൽ ചിന്തിച്ച് കണ്ടെടുത്തി കോർത്തിണക്കിയിട്ടുള്ളതാണ് നമ്മുടെ ഈ സംസ്കൃത ഭാഷ. ആ ഭാഷയുടെ വൈഭവം, അതിലുള്ള വ്യാകരണം, അതിൽ നമുക്ക് കാണാവുന്ന ഭാഷാശാസ്ത്രീയത, ഇതെല്ലാമാണ് ഈ സംസ്കൃതത്തെ ഇത്രയും കാലമായി നിലനിൽക്കാൻ നിർബന്ധിച്ചതും പ്രേരിപ്പിച്ചതും ശക്തി നൽകിയതും. വല്ല വിധത്തിലും ഒരു ഭാഷയായിരുന്നുവെങ്കിൽ ഈ നാഗരികതയുടെ പേരിൽ എന്നോ അത് മറന്നുപോയിട്ടുണ്ടാവും. 100, 200, 300 കൊല്ലം കൂടുമ്പോൾ ഭാഷകളെല്ലാം മാറുന്നതായിട്ടാണ് നാം കാണുന്നത്, അലകും പിടിയും. നാം ഇന്ന് സംസാരിക്കുന്ന മലയാളമല്ല നമ്മുടെ പൂർവികർ 200, 300 കൊല്ലം മുൻപ് സംസാരിച്ചത്. നിങ്ങൾക്കറിയാം, ചില ലിപികളൊക്കെ പഴയ കാലത്ത് എഴുതി വെച്ചതുണ്ട്. വായിക്കാനും ബുദ്ധിമുട്ട്, വായിച്ചാൽ മനസ്സിലാക്കാൻ പോലും വിഷമമാണ് നമുക്ക്. ഇത് തന്നെയാണ് ഗ്രീക്കിലുള്ളത്, ഇത് തന്നെയാണ് ലാറ്റിനുമുള്ളത്, യൂറോപ്യൻ ഭാഷകൾക്കുമുള്ളത്. അതിൻ്റെ ഇടയിൽ ഈ ദേവനാഗരി എന്ന് പറയുന്ന സംസ്കൃത ഭാഷയില്ലല്ലോ. യുഗങ്ങൾ പഴക്കത്തോടുകൂടി ആയിരാണ്ടുകൾ അതിജീവിച്ച് പഴയ കാലത്ത് എഴുതി വെച്ച ഉപനിഷത്തുകൾ അതേ അക്ഷരങ്ങളിലും ക്രമത്തിലും ശ്ലോകത്തിലും ലക്ഷ്യത്തിലും മൂല്യത്തിലും ഉദ്ദേശത്തിലും അവതരണ ശൈലിയിലും എല്ലാം നാം ഇന്നും വായിച്ച് മനസ്സിലാക്കുന്നു എന്നുള്ളത് ഈ സംസ്കൃതം എത്ര വിലപ്പെട്ട നിധിയാണെന്ന് വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു. സംസ്കൃതത്തെ ഒരിക്കലും നിങ്ങൾ മൃതഭാഷയായി കണക്കാക്കാൻ പാടില്ല, സ്വപ്നത്തിൽ പോലും. ഞാൻ ലക്ഷോപലക്ഷം ജനങ്ങളോട് സംസ്കൃത ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. അമേരിക്കയിൽ പോയപ്പോൾ അവരോട് ചോദിച്ചു, സാധാരണ ഞാൻ സംസ്കൃതം ചൊല്ലിക്കൊണ്ടാണ് പറയാറുള്ളത്, നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന്. ഞങ്ങൾ ഇഷ്ടപ്പെടും സ്വാമിജി, പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് ഞാൻ സംസ്കൃത ശ്ലോകങ്ങൾ ഉദ്ധരിച്ചാണ് വ്യാഖ്യാനങ്ങളും വിവരണങ്ങളും കൊടുത്തത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് ഇംഗ്ലീഷോ ഹിന്ദിയോ എങ്ങനെയോ അതേപോലെ ആയിരുന്നു സംസ്കൃതം നമുക്ക് ഔദ്യോഗിക ഭാഷ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനവധി നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 600-ലേറെ രാജ്യങ്ങളുണ്ടായിരുന്നു. അതിനു മുൻപ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്ത് വന്നപ്പോൾ എത്ര രാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം, ആലോചിച്ച് നോക്കാം. ആ രാജ്യങ്ങളെല്ലാം അന്യോന്യം അന്തർരാജ്യീയമായിരിക്കുന്ന രാഷ്ട്രീയമായിരിക്കുന്ന ആശയവിനിമയവും യാത്രയുമെല്ലാം നടത്തിയത് ഈ സംസ്കൃത ഭാഷയുടെ പേരിൽ മാത്രമാണ്. ആ സംസ്കൃത ഭാഷയെ പിഴുതെടുത്ത് അവിടെ ഇംഗ്ലീഷ് തിരികെ ഉറപ്പിക്കുകയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ഇവിടെ ചെയ്തത്. അവർ കണ്ടുപിടിച്ചു, ഈ ജനതയുടെ മുകളിൽ നമുക്ക് ആധിപത്യം ചെലുത്തണമെങ്കിൽ ആ സംസ്കൃത ഭാഷയെ പഴഞ്ചനാണ്, പ്രാകൃതനാണ്, വനവാസീയമാണ് എന്ന് പറഞ്ഞ് മുദ്രകുത്തി പരിഷ്കൃതമായിരിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയെ സ്ഥാപിക്കണം എന്ന് പറഞ്ഞ് അതിന് വേണ്ടതുപോലെ ഭരണാധികാരത്തോടുകൂടി പരിശ്രമിച്ചപ്പോൾ എല്ലാവർക്കും പാൻറ്റും ഷർട്ടും ടൈയും ഇംഗ്ലീഷുമായി തീർന്നു നമ്മുടെ സമ്പ്രദായം. ആ ബ്രിട്ടീഷുകാരിന്ന് നമ്മെ ഭരിക്കുന്നില്ല, സ്വതന്ത്രമായി തെരഞ്ഞെടുത്ത സർക്കാരാണ്, ജനപ്രതിനിധികളാണ് എല്ലാവരും. അവർക്ക് അവരുടെ പ്രാദേശികമായിരിക്കുന്ന വേഷങ്ങളും ദേശീയ വേഷങ്ങളുമാണ് അവർക്ക്. ഒരു വേഷമല്ല ഇന്ത്യയിൽ. ഗുരുവായൂരിൽ പോലും മുണ്ടും മറ്റതും ഉടുത്തേ പോകുള്ളൂ എന്ന് നാം പറയരുത്. എന്നാൽ ഗുരുവായൂരപ്പൻ കേരളീയ ഗുരുവായൂരപ്പനാകണം. എവിടെയാണെങ്കിലും അതാത് ദേശത്തുള്ള ഭാഷയുണ്ട്, അതാത് മാതിരിയുള്ള വേഷവുമുണ്ട്. ആ പ്രാദേശിക വേഷം നമ്മൾ സ്വീകരിക്കുന്നത് പോലെ നമ്മുടെ ഭാഷ അത് വേണ്ടതുപോലെ മനസ്സിലാക്കേണ്ടതാണ്. ചൈനക്കാർ അവരുടെ ജനസംഖ്യ നമ്മളെക്കാൾ എത്രയോ കൂടും, അല്ലെങ്കിൽ കാര്യമായിട്ട് കൂടും. ആ ചൈനയുടെ പുരോഗതിയുടെ പിന്നിൽ മുഴുവനും നിൽക്കുന്ന ഒരു വിശേഷപ്പെട്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മാൻഡരീൻ എന്ന് പറയുന്ന ഒരു കോമൺ ഭാഷയാണ് ചൈന ജനതയ്ക്ക്. അതുകൊണ്ടാണ് അവരെന്ത് സംസാരിച്ചാലും ഗ്രഹിച്ചാലും എല്ലാവരും മനസ്സിലാക്കി, കോടാനുകോടി ജനങ്ങൾ മനസ്സിലാക്കി അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുന്ന ഭാഷ ഇന്ത്യ മുഴുവൻ സംസാരിക്കുന്ന ഒരു ഭാഷയായിരുന്നെങ്കിൽ
ഇന്ന് ഈ സ്ഥാനത്ത് ഒരു പക്ഷേ 100 ഇരട്ടി ജനങ്ങളായിരിക്കും ഭൂമാനന്ദ സ്വാമി പറയുന്നത് കേൾക്കാനുണ്ടാവുക. അങ്ങനെ ഒരു ഭാഷ നമുക്കില്ല. ഞാൻ ദിശ ചാനലിൽ സംസാരിക്കുന്നത് ബഹുസഹസ്ര ജനങ്ങൾ ലോകത്തിലെമ്പാടും കേൾക്കുന്നുണ്ട്. അത് ഇംഗ്ലീഷിലാണ്. നമുക്ക് വേറെ ഒരു ഭാഷ ഇല്ല സംസാരിക്കാൻ. ഇംഗ്ലീഷ് ഭാഷ നാം ഭംഗിയായി കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിച്ചു. പല സ്ഥലത്തും പോയി സംസാരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായി 1973 അമേരിക്കയ്ക്ക് പോയപ്പോൾ സഞ്ചരിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ ചോദിക്കുകയാണ്, എങ്ങനെയാ താങ്കൾ ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കണേ? ധാരാളം പേരുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ എന്ന് മറുപടി പറഞ്ഞു ഞാൻ. നമുക്ക് ഇംഗ്ലീഷ് നല്ല പോലെ അറിയാം, നല്ല പോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് ലോകത്തെ എല്ലായിടത്തിലും സ്വാഗതവും സമ്മതവുമായി തീർന്നു. ആ കാര്യം നാം അഭിമാനിക്കുന്നു, നമുക്കതിൽ കൃതജ്ഞതയുമുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ സംസ്കൃതം അന്യം മുടിഞ്ഞു പോകുന്നത് കാണാൻ നാം ഒരുക്കമില്ല, നമുക്ക് സമ്മതമില്ല, അങ്ങേയറ്റം സങ്കടമാണ്. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഒരു ഭാഷ നന്നാവുന്നത് എപ്പോഴാണ്? അതിലുള്ള അക്ഷരങ്ങൾ, ആശയം, വീക്ഷണ വൈഭവം, സൂക്ഷ്മമായിരിക്കുന്ന കാര്യങ്ങളെ സൂക്ഷ്മാർത്ഥങ്ങൾ വേണ്ടതുപോലെ വിവരിക്കാനുള്ള ശക്തി, ശാസ്ത്രീയമായിരിക്കുന്ന ദൃഷ്ടി, അപഗ്രഥനം, ഇതിനെല്ലാറ്റിനും വക നൽകുന്നതും പ്രേരിപ്പിക്കുന്നതുമാകണം ഉത്തമമായിരിക്കുന്ന ഭാഷ. ഇത് സംസ്കൃതത്തിൽ വേണ്ടുവോളമുണ്ട്. ഉച്ചാരണശുദ്ധി, അക്ഷരങ്ങൾ ചേർക്കുന്നതിലുള്ള വ്യവസ്ഥ, പാലും വെള്ളവും കൂടി വേണം ചേർക്കാൻ. അപ്പോൾ പാലും വെള്ളവും കൂടി ചേർന്നാൽ പാലായി തീരുമത്. അതുപോലെ വേണം അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കാൻ. ഏതക്ഷരം ഏതോടുകൂടി യോജിക്കും, അതിനെന്താണ് വ്യവസ്ഥ, അതിലെന്തെങ്കിലും അപവാദങ്ങളോ വ്യതിയാനങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷയാവണം. സാധാരണ നമ്മൾ പറയുന്നത് ഗാവായി തീരും, രുക്മിണി എന്നാണ്. എന്നാൽ സംസ്കൃതത്തിൽ എഴുതുമ്പോൾ അത് രുക്മിണിയാണ്. രുക്മിണി. ഏതെല്ലാം കൂട്ടക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പറ്റില്ലയോ അതിന് ഒരു വ്യതിയാനം കൽപ്പിച്ച് പുതിയ ഒരു ഉച്ചാരണം ഏൽപ്പിക്കുകയാണ്. ഒരു ഉദാഹരണം നിങ്ങളെല്ലാം ചിന്തിച്ചു കാണുമോ എന്നറിയില്ല. വഹ്നി, ആഹ്നികം, ബ്രഹ്മം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എഴുതുന്നത് എന്താ? ഹാ കഴിഞ്ഞ് മാവാണ് എഴുതുന്നത്. അപ്പോൾ ഇഹ്മ എന്ന് പറഞ്ഞാൽ അത് കൂട്ടക്ഷരമായില്ല, പാലും വെള്ളവും കൂടി ചേരുന്ന മാതിരി ആയില്ല. അതുകൊണ്ട് പാണിനി ഒരു വിധി അവിടെ കൊണ്ടുവന്നു. ഈ മാതിരി അക്ഷരങ്ങൾക്കും സംയോഗങ്ങൾക്കും ചംക്രമണം എന്നൊരു പ്രമാണമുണ്ട്. മാ തുടങ്ങി ഹാ രണ്ടാമത്തെ അക്ഷരമാകുന്നത് പോലെ ഉച്ചരിക്കാം. ആഹ്നികം, മധ്യാഹ്നം. നാ കഴിഞ്ഞ് ഹാ വരുന്നത് പോലെയാണ് ഉച്ചരിക്കുക. നമ്മൾ എഴുതുന്നതോ മധ്യാഹ്നം എന്നാണ്. ഇഹ്നം എന്ന് പറയുമ്പോൾ 2 അക്ഷരവും വേറെ വേറെ കേൾക്കും, അത് വരാതെ ഇരിക്കണം. അതുപോലെ തന്നെ ബ്രഹ്മം, ചിലരത് ഭ്രമം എന്നാക്കും. അത് ശരിക്കും ഉച്ചരിച്ച് പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഈ പദങ്ങളെല്ലാം വിന്യസിക്കുന്നതിലുള്ള ശ്രദ്ധ, വാക്യരചനയിലുള്ള നിഷ്കർഷ, ഇങ്ങനെ വ്യാകരണം, ഇതെല്ലാം വേണ്ടതുപോലെ ഉണ്ടെങ്കിൽ കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ നിതാന്ത ജാഗ്രത ഈ കാര്യത്തിന് ആവശ്യമാണ്. ശ്രദ്ധയും വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വാൽമീകി മഹർഷി ത്രേതായുഗത്തിൽ എഴുതി വെച്ച് ഓലക്കെട്ടിൽ എഴുതി വെച്ചതാണ് രാമായണം. അതിൻ്റെ ആദ്യ പകർപ്പ് നമ്മുടെ കയ്യിലില്ല, അദ്ദേഹത്തിൻ്റെ ഒരു പടമില്ല, അദ്ദേഹം താമസിച്ച കുടീരം എവിടെയാണെന്ന് അറിയില്ല. എന്നാൽ രാമായണത്തിൻ്റെ കോടാനുകോടി പകർപ്പുകൾ, തർജ്ജമകൾ ലോകത്തെമ്പാടും സഞ്ചരിച്ച് ഇന്നും അദ്ദേഹം എഴുതിയ ഒറിജിനൽ മൂലരൂപത്തിൽ എഴുതിയിട്ടുള്ള 24,000 ശ്ലോകങ്ങൾ ഇന്നും നമ്മുടെ മുൻപിലുണ്ട്. എങ്ങനെയാണ് ഈ ഭാഷയ്ക്ക് ബഹുസഹസ്രാബ്ദങ്ങൾ പിന്നിട്ട് അതേ ഭവ്യതയോടുകൂടി നിലനിൽക്കാൻ സാധിച്ചത് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഭാഷാധ്യാപകന്മാരും ദൃശ്യശ്രവ്യ മാധ്യമങ്ങളും ഈ കാര്യത്തിൽ വളരെ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കണം. ഈ സംസ്കൃതത്തിന് നാം എങ്ങനെ നിലനിർത്തും എന്നുള്ളത് എൻ്റെ പ്രത്യേകമായ ഒരു ദൗത്യമാണ്. അതാണ് ഞാൻ എല്ലാവരും പറയും, സ്വാമിജി ഇങ്ങനെ ഗഹനമായ അഷ്ടാവക്ര സംഹിത പറയുന്നുണ്ടല്ലോ, ഇതെങ്ങനെയാണ് നമ്മുടെ ലോകജീവിതത്തിൽ പ്രായോഗികമായി പറയുക? രാജ്യത്തിൽ നീറുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അവയെല്ലാം പരാമർശിച്ച് ഒന്ന് ബന്ധപ്പെടുത്തി സംസാരിച്ചാലല്ലേ കൂടുതൽ പ്രയോജനപ്പെടൂ എന്ന് ചോദിക്കാറുണ്ട്. അതാണ് ഞാൻ ഓരോ ദിവസം ഓരോ കാര്യങ്ങളെടുത്ത് പറയാം എന്ന് തീരുമാനിച്ചത്. ഈ സംസ്കൃതം സംസാരിക്കുന്നവർ ഇന്നും നമ്മുടെ രാജ്യത്ത് 2 ലക്ഷത്തിലേറെ പേരുണ്ടത്രേ. ഈ 2 ലക്ഷത്തിലേറെ പേർ സംസ്കൃതം സംസാരിക്കാനുണ്ടെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്തി ഈ ഭാഷയെ ഒന്ന് ഉജ്ജീവിപ്പിച്ച് ഇതിനൊരു നവീന രൂപം,
ഒരു പ്രായോഗികത കൽപ്പിച്ചുകൂടെ എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു. അതിനെന്താണ് വഴി? ഇവരെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഒരു പുതിയ സംസ്കൃത നാഗരിക നഗരം ഉണ്ടാക്കി തീർക്കണം. എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 5000-ഓ 10,000-ഓ ഏക്കർ സ്ഥലം ഭാരതത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഉൾപ്രദേശത്ത് നമുക്ക് കിട്ടണം. അവിടെ വെള്ളവും വേണം, ഇലക്ട്രിസിറ്റി വിദ്യുത് ശക്തിയും വേണം. അത് രണ്ടുമുള്ള സ്ഥലത്ത് വേൾഡ് ലെവലിലുള്ള ഒന്നാന്തരം ഒരു പട്ടണം സർവ്വ സൗകര്യങ്ങളോടും കൂടി ശാസ്ത്രീയമായി ഹൈജീൻ വേണ്ടതുപോലെ കൊണ്ടുവരിക. ഈ ആൾക്കാരെ മുഴുവനും അവിടെ ചെന്ന് താമസിക്കാൻ നിർബന്ധിച്ച് അവർ സംസ്കൃതത്തിൽ അങ്ങോട്ട് സംസാരിക്കട്ടെ. സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്കതിൽ വ്യാകരണവും ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു മാസം നിങ്ങൾ സംസ്കൃതം സംസാരിക്കുന്നവരുടെ കൂടെ ഇരുന്നാൽ നിങ്ങൾ തന്നെത്താനെ സംസ്കൃതം പഠിച്ചോളും. അങ്ങനെ പഠിപ്പിക്കുന്നവരും ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. അവരുടെ സംഖ്യ വർദ്ധിച്ചു, പ്രദേശവും വർദ്ധിച്ചു എന്നുണ്ടെങ്കിൽ ഡൽഹിയെ പോലെയോ പോണ്ടിച്ചേരിയോ പോലെ ഒരു പ്രത്യേക സംസ്ഥാനത്തിൻ്റെ പദവി ആവശ്യപ്പെട്ട് അവിടെ ഔദ്യോഗിക ഭാഷയായി ഇതിനെ ഡിക്ലെയർ ചെയ്യാം. ആർക്കും ഒരു തടസ്സവും ഇല്ല. നമ്മുടെ ഭാഷയാണ്, ഞങ്ങൾക്ക് ഔദ്യോഗിക ഭാഷ സംസ്കൃതമാകണം എന്ന് പറയാൻ ഗണ്യമായ ഒരു കൂട്ടം ജനവിഭാഗം ഉണ്ടായാൽ മതി. ഈ കാര്യത്തിൽ പ്രായോഗിക ബുദ്ധിയോടുകൂടി നിങ്ങൾ എല്ലാവരും പുറപ്പെടുന്ന പക്ഷം എനിക്ക് തോന്നുന്നു ഒരു 10, 15, 20 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് കുട്ടികൾ ചെറുപ്പം മുതൽക്ക് തന്നെ സംസാരിക്കാൻ തുടങ്ങണം. ഇവിടെ കേരളത്തിൽ തന്നെ ചില വീടുകളുണ്ട്, അവിടെ അച്ഛൻ അമ്മ കുട്ടികളോട് സംസ്കൃതമാണ് സംസാരിക്കുന്നത്. കർണാടകത്തിൽ ഒരു ഗ്രാമം മുഴുവനും സംസ്കൃതം സംസാരിക്കുന്നതാണ്. നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അത്. നമുക്ക് അവിടെ ഒരു വിശ്വ സംസ്കൃത സർവകലാശാല തന്നെ രൂപം കൊള്ളണം. അവിടെ എന്തെല്ലാം നടക്കണം? പ്രാചീന ഗ്രന്ഥങ്ങൾ വേണ്ടതുപോലെ പഠിക്കാൻ, നവീന രചനകൾ ഉണ്ടാക്കാനുള്ള പ്രോത്സാഹനം നൽകി, സംസ്കൃതത്തിൽ നാടകം, കാവ്യം, ഉപന്യാസം എന്നീ വിവിധ മത്സരങ്ങൾ ഏർപ്പെടുത്തി അന്താരാഷ്ട്ര ജനതയെപ്പോലും ആകർഷിക്കത്തക്ക വിധത്തിൽ ഒരു വലിയ വിദ്യാകേന്ദ്രമായിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തിലുള്ള വിശ്വവിദ്യാലയം ആദ്യം നിലവിലിരുന്നത് ഇന്ത്യയിലാണ്. തക്ഷശില, നാളന്ദ എന്ന് പറയുന്ന 2 സ്ഥലം പ്രഖ്യാതമാണ്. 10,000 കുട്ടികളും 2,000 അധ്യാപകന്മാരുമായിരുന്നു അവിടെ. 10,000 കുട്ടികൾക്ക് 2,000 അധ്യാപകന്മാർ. ആലോചിച്ച് നോക്കൂ. അവിടെ റിസർച്ചും ഗവേഷണവും ഒക്കെ ഭാരതത്തിൻ്റെ അതിർത്തികൾക്ക് അപ്പുറത്തിൽ നിന്ന് ആൾക്കാർ വന്നുപോയിരുന്ന പാരമ്പര്യം നമുക്കുണ്ട് കൂട്ടരെ. നിങ്ങളൊന്ന് മനസ്സിലാക്കി. നമ്മൾ ഊച്ചാളികളല്ല, ഒന്നിനും കൊള്ളാത്തവരല്ല. നമുക്ക് പണം കുറവായിരിക്കാം, നമുക്ക് തലച്ചോറുണ്ടപ്പാ. പുരികത്തിന് മുകളിലുള്ള സമ്പത്ത് നമുക്ക് ധാരാളമുണ്ട്. അത് നല്ലപോലെ മനസ്സിലാക്കൂ. ഈ ഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിക്കാൻ വേണ്ടി അടുത്ത കാലത്ത് പത്രത്തിൽ കണ്ടു, നാളന്തയുടെ അടുത്ത് ഒരു വലിയ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ പോണു. രാമായണത്തിന് വേണ്ടി ഒരു സർവകലാശാല തന്നെ രൂപം കൊള്ളുന്നുണ്ട് ബീഹാറിൽ എന്നൊക്കെ കണ്ടു. ധാരാളം മികച്ച രാജ്യസ്നേഹം, സാംസ്കാരിക പ്രതിബദ്ധത, കൾച്ചറൽ പേട്രിയോട്ടിസം, സാംസ്കാരിക രാജ്യസ്നേഹം ഇതെല്ലാം ഉണ്ടായാലേ ഇത് നടക്കുള്ളൂ. എൻ്റെ ചെറുപ്പകാലത്ത് ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജാണ്. ഞാൻ പഠിച്ചത് മലയാളമല്ല, സംസ്കൃതമാണ്. ഞാൻ വാസ്തവത്തിൽ മലയാളത്തിൽ ഒരു പുസ്തകവും വായിച്ചിട്ടില്ല എന്നുള്ളതാണ് നഗ്ന സത്യം. സംസ്കൃതമായിരുന്നു 2ാം ഭാഷ, സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷായിരുന്നു. ആ കാലമൊക്കെ ഇപ്പോൾ പോയി. നമുക്ക് തുല്യ പദവി കൊടുത്തുകൊണ്ട് സംസ്കൃതത്തിനെ അവരോധിക്കണം. വേണ്ടത്ര സമയം ചെലവ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കണം. അതിൻ്റെ ആവശ്യമുണ്ട്. ഇംഗ്ലീഷ് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ വ്യാകരണം ഒരു പ്രശ്നമേ ആവില്ല. മലയാള ഭാഷ നമ്മുടെ കുട്ടികളെ എങ്ങനെ പഠിക്കുന്നുവോ അതേമാതിരി സംസ്കൃതവും തന്നെത്താനെ കേട്ട് പഠിച്ചോളും. സംസ്കൃതത്തിനുള്ള ഒരു വിശേഷം, ഒരൊറ്റ സുഭാഷിതം മതി ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവനും മാറ്റാൻ. ഒരൊറ്റ സുഭാഷിതം, ഏതെങ്കിലും 4 വരി പഠിച്ചാൽ മതി നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറാൻ വേണ്ടി. ഇതാണ് സംസ്കൃത ഭാഷയെപ്പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് ഞാൻ എന്തിനു പറയുന്നു? എന്ത് കാര്യത്തിന് വേണ്ടി അഷ്ടാവക്ര സംഹിത എടുക്കുന്നുവോ അതിൻ്റെ അടിത്തറ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംസ്കൃതത്തിനോട് ആഭിമുഖ്യവും പ്രതിബദ്ധതയും ഉണ്ടായി നിങ്ങളുടെ കുട്ടികളെയെങ്കിലും അത് പഠിപ്പിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിച്ച് നമുക്ക് ആ പണ്ടുണ്ടായിരുന്ന ആ തേജസ്സും ഓജസ്സും പ്രസിദ്ധിയുമെല്ലാം രണ്ടാമത് ഈ ഭാരതത്തിൽ നാം പുനഃസ്ഥാപിക്കണം. അതിനുള്ള ശക്തി നമുക്കുണ്ട്.
ഇനി നമുക്ക് അഷ്ടാവക്ര സംഹിതയിലെ 1-2 ശ്ലോകങ്ങൾ ചൊല്ലി അവിടുന്ന് അങ്ങോട്ട് നമുക്ക് പുറപ്പെടാം. ഇതാ: കഥം ജ്ഞാനമവാപ്നോതി കഥം മുക്തിർഭവിഷ്യതി വൈരാഗ്യം ച കഥം പ്രാപ്തം ഏതദ് ബ്രൂഹി മമ പ്രഭോ. എല്ലാവരും പറയുന്നുണ്ടോ? എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ നിർത്തിയിട്ടല്ലേ നിങ്ങൾ പറയുന്നത്? മുക്തിമിച്ഛസി ചേത്താദാ വിഷയാൻ വിഷവത്യജാ ക്ഷമാർജവദയാതോഷ സത്യം പീയൂഷവദ്ഭജാ. മുക്തിമിച്ഛസി ചേത്താദാ വിഷയാൻ വിഷവത്യജാ ക്ഷമാർജവദയാതോഷ സത്യം പീയൂഷവദ്ഭജാ. എത്ര അരുമയായി, സ്നേഹമസൃതയോടുകൂടിയാണ് അഷ്ടാവക്രൻ സംസാരിക്കുന്നത്. അപ്പുറത്ത് നിൽക്കുന്നത് മഹാരാജാവാണ്. ആ മഹാരാജാവിനെ താതാ, എൻ്റെ കൊച്ചുകുട്ടി, പൊന്നു മോനെ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ ലോകത്തിൽ ആരാ ഉള്ളത്? നിങ്ങളൊക്കെ കുട്ടികൾ മുതിർന്ന 25-30 വയസ്സായ എൻ്റെ പൊന്നു മോനെ എന്ന് പറയുന്ന അച്ഛന്മാരോ അമ്മമാരോ എത്രയുണ്ട് അവിടെ? കുട്ടികൾ വളരുന്നതിനോടൊപ്പം നിങ്ങളും വളരണം. വയസ്സ് വ്യത്യാസം എപ്പോഴും തുല്യമാണ്. കുട്ടി ജനിക്കുമ്പോൾ 30 വയസ്സ് വ്യത്യാസം ഉണ്ടെങ്കിൽ ആ 30 വയസ്സ് വ്യത്യാസം ജീവിതാനുഭവം കൂടുതലാണ് അച്ഛനമ്മമാർക്ക് എപ്പോഴും. ആ കുട്ടികളുടെ മുൻപിൽ നിങ്ങൾക്ക് എപ്പോഴും ആ മൂപ്പിളമ എന്നുള്ള തോന്നലുണ്ടാവണം. അവരുടെ വയസ്സിനനുസരിച്ച് നിങ്ങൾ സംസാരിച്ചോളൂ. ചുമതലാബോധമുള്ള മകനാണ്. എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കൂ, കൺസൾട്ട് ചെയ്യൂ, തമ്മിൽ സംവദിക്കൂ. പക്ഷേ എപ്പോഴും നിങ്ങൾ ഒരു മാതൃകയായി തീരണം കുട്ടികളുടെ മുൻപിൽ. അതൊരാവശ്യമാണ്. അപ്പം പറയാണ്, മുക്തിമിച്ഛസി ചേത്താദാ വിഷയാൻ വിഷവത്യജ ക്ഷമാർജവദയാതോഷ സത്യം പീയൂഷവദ്ഭജ. എൻ്റെ പൊന്ന് ശ്രോതാക്കളെ, പ്രേക്ഷകരെ, നിങ്ങളൊന്ന് നല്ലോണം കേൾക്കൂ. നമ്മുടെ ഭാരത സംസ്കാരം എന്ന് പറയുന്നത് ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അത് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ ദർശനശാസ്ത്രങ്ങൾക്ക് ഷഡ് ദർശനം എന്നാണ് പറയുക. അതിൽ ഈശ്വര വിശ്വാസത്തിന് വിരോധമായിട്ടുള്ള ഒരു ചാർവാക സിദ്ധാന്തമുണ്ട്. ഈശ്വരനില്ല എന്ന് പറയുന്നത്, അതാണ് ഷഡ് ദർശനത്തിൽ ആദ്യം നമ്പർ 1. അതിനുശേഷം പൂർവമീമാംസ, ഉത്തരമീമാംസ, സാഖ്യം, യോഗം എന്നൊക്കെ പറഞ്ഞ് പലതും ഉണ്ടത്. അപ്പം നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ഈശ്വര വിശ്വാസം മാത്രമാണെന്ന് നിങ്ങൾ പറയരുത്. ഇവിടെ ബൗദ്ധന്മാരുണ്ട്, ജൈനന്മാരുണ്ട്, വേദാന്തികളുണ്ട്, പല വിധത്തിലുള്ളതായ സിദ്ധാന്തങ്ങൾ ഇവിടെ വാഴുന്നു. ഈ സിദ്ധാന്തങ്ങൾ മുഴുവൻ കേന്ദ്രീകരിക്കുന്നത് മനുഷ്യൻ്റെ വ്യക്തിത്വത്തെയാണ്. ഇപ്പോൾ ഈശ്വര വിശ്വാസം, ഈശ്വരനിലുള്ള വിശ്വാസം, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈശ്വര വിശ്വാസം, ഈശ്വര വിശ്വാസം, ഈശ്വര വിശ്വാസം. നിങ്ങൾ എന്നോട് പറയും, ഈ ഈശ്വര വിശ്വാസത്തിൻ്റെ പേരിൽ നിങ്ങൾ ഈശ്വരനിലാണോ ഊന്നുകൊടുക്കുന്നത്? അതോ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ അങ്കുരിക്കുന്നതും നിലനിൽക്കുന്നതുമായ ഒരു ഭാവവിശേഷമോ? എൻ്റെ ചോദ്യം മനസ്സിലായോ? ഈശ്വരനെ വിശ്വസിക്കുന്നതാരാ? നമ്മളാണ്. അപ്പം ഈശ്വര വിശ്വാസ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിൽ ഉദിക്കുന്നതും നിലനിൽക്കുന്നതുമായ ഒരു സിദ്ധാന്തം, ഒരു പദ്ധതി എന്നാണ് അതിനർത്ഥം. ഈശ്വര വിശ്വാസം എന്ന് പരാമർശിക്കുമ്പോഴും നാം മനുഷ്യ മനസ്സിൻ്റെ വിശ്വാസ ദീക്ഷയാണ് ഉദ്ദേശിക്കുന്നത്, ഊന്നി പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പുറമേയുള്ള ഗണനകൾ മുഴുവൻ മാറി നിൽക്കുന്നു. അങ്ങനെയാണ് ഇവിടെ വേണ്ടത്ര ദർശനശാസ്ത്രങ്ങൾ രൂപപ്പെട്ടത്. നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ മൂല്യങ്ങളാണവ, മൂല്യങ്ങളാണ്, തത്വങ്ങളാണവ.
സിദ്ധാന്തങ്ങളാണവ. തത്വമൂല്യ സിദ്ധാന്തങ്ങൾ അവയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ജീവിത പദ്ധതി, ജീവിത രീതി, പരിശീലനം, ക്രമങ്ങൾ, ആചാരങ്ങൾ, വിചാരങ്ങൾ, ഇതൊക്കെ കൂടിയതാണ് നമ്മുടെ സംസ്കാരം. ഈ സംസ്കാരത്തെ നിങ്ങൾ ഒരിക്കലും മറ്റൊരു പ്രകാരത്തിൽ കാണരുത്. നമ്മുടെ ഭാരതത്തിൽ ക്ഷേത്രങ്ങൾ ഉണ്ടായത് എപ്പോഴാണ്? ആദ്യകാലങ്ങളിൽ ഇവിടെ ക്ഷേത്രങ്ങളില്ല. അവരവരുടെ ഗൃഹങ്ങളിലാണ് വേദാനുഷ്ഠാനവും വേദാചാരവും നടത്തിക്കൊണ്ടിരുന്നത്. അഗ്നിഹോത്രം അവരവരുടെ വീട്ടിൽ നടക്കും, ഔപാസനം അവിടെ നടക്കും, അമാവാസി പൗർണമിക്ക് വിശേഷങ്ങൾ, 4 ബലിവൈശ്വദേവം എന്നൊക്കെ പറഞ്ഞ് പല റിച്വൽസ്, കർമ്മങ്ങളുണ്ട്. ഇതൊക്കെ മനുഷ്യരാണ് നടത്തുക. ഒരു യാഗം നടത്താൻ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു, അവിടെ യാഗം പന്തലൊക്കെ ഇട്ടു. യാഗം കഴിഞ്ഞാൽ ആ പന്തലിന് തീ കൊടുത്ത് അവിടുന്ന് പോകാറാണുള്ളത് നമ്മൾ. പരീക്ഷത്തിന് ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു. എവിടെ? ഭാഗീരഥിയുടെ തീരത്ത് ദർഭ വിരിച്ച് കിഴക്കോട്ട് അഭിമുഖമായിരുന്ന പരീക്ഷത്തിനോട് ശുഗമഹർഷി വന്ന് സംസാരിച്ചു. 6 ദിവസം 7 ദിവസം കാര്യം നടന്നു എന്ന് കണ്ടപ്പോൾ പരീക്ഷത്തിൻ്റെ പാട്ടിൽ വിട്ട് ശുഗമഹർഷി അവിടുന്ന് യാത്രയായി. ആവശ്യത്തിന് പ്രത്യക്ഷപ്പെടും, ആവശ്യം കഴിഞ്ഞാൽ തിരോധാനം ചെയ്യും. അതാണ് ഭഗവാന്റെ രീതികളും ക്രമങ്ങളും വ്യവസ്ഥകളും. അപ്പം നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ സംസ്കാരം, നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ ആ ധർമ്മങ്ങളെല്ലാം മനസ്സിനെയും ബുദ്ധിയെയും തട്ടി നിൽക്കുന്ന തത്വമൂല്യ സിദ്ധാന്തങ്ങളിലൂടെയാണ് ആചരിക്കപ്പെടുന്നത്. ആം ഐ ക്ലിയർ? എന്താ അവർ മിണ്ടാത്തെ? അതുകൊണ്ടാണ് നമ്മുടെ ഹൈന്ദവ സിദ്ധാന്തങ്ങളോ ആചാരങ്ങളോ യുഗങ്ങൾ ചെല്ലുന്തോറും എത്ര കുലുക്കിയാലും കുലുങ്ങാതെയിരിക്കുന്നത്. നമ്മുടെ നിലവിളക്ക് എന്നോ തുടങ്ങിയതാണ്, അത് ഇന്നും നിലനിൽക്കുന്നു. ബാക്കിയുള്ളവർ അത് കണ്ട് അതിനെ അനുസരിക്കുന്നതൊഴികെ ഈ നിലവിളക്കിനെ ഇല്ലാതെയാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മുടെ നിർഗുണ നിർവികാരമായിരിക്കുന്ന സ്തുതികൾ ഇതര മതസ്ഥന്മാർ പോലും വളരെ അസൂയാവഹമായ രീതിയിൽ അവർ അതിനെ അനുസരിക്കുന്നു. നമ്മുടെ ഈ വസ്ത്രമുണ്ടല്ലോ, ബാക്കിയുള്ളവരും ഇത് കണ്ട് പഠിച്ചു തുടങ്ങി. അവരും ഇപ്പോൾ ഈ വസ്ത്രം ഇട്ടിട്ട് ആശ്രമി എന്നൊക്കെയാണ് അവരും പറയുന്നത്. ആചാര്യൻ, ഗുരു എന്നൊക്കെയാണ് അവരുടെ പേര്. ബാക്കിയുള്ള പേരുകൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് അവർക്ക് തോന്നുന്നു, നമുക്കല്ല തോന്നുന്നത്. നമ്മുടെ ഈ ഹൈന്ദവ സിദ്ധാന്തങ്ങൾക്ക് മാത്രം മനുഷ്യൻ്റെ മനസ്സിനെ കാർന്നു പിടിച്ച് ബുദ്ധിയുടെ തലത്തിൽ പ്രവേശിച്ച് നുഴഞ്ഞു കയറി ആ അന്തരാത്മാവിനെ വരെ സ്പർശിപ്പിക്ക തരത്തിലുള്ള ഒരു കഴിവും ഒരു പ്രഭാവവും ഒരു കുശലതയും സാമർഥ്യവും അതിനുണ്ട്. അത് അന്തർഗതമായ ഒരു സാമർഥ്യമാണ്. ആ സാമർഥ്യത്തെ വെല്ലുവിളിക്കാൻ ലോകത്തിൽ ആരുമില്ല. ഇന്ന് ഞാൻ പത്രത്തിൽ കണ്ടു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കാര്യമായിട്ട് ഒരു സംഭവം നടത്താൻ പോവുകയാണ്. നമ്മുടെ പൂർവികരായിരുന്നു എല്ലാവരും. നമ്മുടെ പൂർവികർ പറഞ്ഞതും കേട്ടതുമെല്ലാം നമുക്കും ബാധകമാണ്. അതൊരു പ്രത്യേക ജനവിഭാഗത്തിന് തട്ടിയെടുക്കാൻ കൊടുക്കരുത്. അതുകൊണ്ട് ഉപനിഷത്തുകളും പ്രകരണ ഗ്രന്ഥങ്ങളും എല്ലാം എടുത്ത് നമുക്ക് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞ് തീരുമാനിച്ചതായി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന് കാലത്ത് നമ്മുടെ ശിഷ്യൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നു. ഞാൻ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുമ്പോൾ അത് വായിച്ചു. എന്താ നിങ്ങളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? എത്രയോ ഇസം ഇവിടെ വന്നോട്ടെ, നമ്മുടെ ധർമ്മീസം ഉണ്ടല്ലോ, അതിൻ്റെ കീഴിലേ ഇവിടെ എല്ലാം കഴിയൂ. അതിനെ കവച്ചു വയ്ക്കാൻ ഇവിടെ ഒന്നുമില്ല. മനുഷ്യൻ, പണ്ടത്തെ മനുഷ്യൻ, ആധുനിക മനുഷ്യൻ, എന്താണ് വ്യത്യാസം എന്നൊന്ന് നിങ്ങൾ പറഞ്ഞു തരൂ. അന്നത്തെ മനുഷ്യൻ ഒരു ശരീരമുണ്ട്, അതിൽ 2 കണ്ണ്, 1 മൂക്ക്, 2 തൊള, 2 കാത്, 1 നാവ്, 1 മുഖം, 1 വായ, 2 വരി പല്ല്, കയ്യിൽ 10 വിരല്, കാലിലും ഉണ്ട് 10 വിരല്. ഇത് പഴയ ആദിമ മനുഷ്യനുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് 11ാമത്തെ ഒരു വിരലോ 2ാമത്തെ ഒരു മൂക്കോ 3ാമത്തെ ഒരു ചെവിയോ ഉണ്ടായിട്ടുണ്ടോ കൂട്ടരെ? എന്ത് മാറ്റാ അവിടെ വന്നിരിക്കുന്നത്? നമ്മെ വലയം ചെയ്ത് നിൽക്കുന്നത് പാഞ്ചഭൗതികമായ പ്രപഞ്ചമാണ്, പഞ്ചഭൂതങ്ങളാണ്. ആ പഞ്ചഭൂതങ്ങൾ അന്ന് എങ്ങനെയോ അതുപോലെ തന്നെയാണ് ഇന്ന്. ഒരു വ്യത്യാസം, അവ ദുഷിച്ചിരിക്കുന്നു മനുഷ്യ ഹസ്തങ്ങളിൽ. മനുഷ്യൻ്റെ ഇച്ഛയുടെ പേരിൽ, ദുരാഗ്രഹത്തിൻ്റെ പേരിൽ ഭൂമിയുടെ പവിത്രത പോയി, ജലത്തിൻ്റെ ശുദ്ധി നഷ്ടപ്പെട്ടു പോയി, വായു മലീമസമായി. ലെഡ് എന്ന് പറയുന്നതും കാഡ്മിയം എന്ന് പറയുന്നതും ആർസനിക് എന്ന് പറയുന്നതും, ഐ ഹോപ്പ് ഐ ആം റൈറ്റ്, ഈ 3 കൂട്ടം വിഷദ്രവ്യങ്ങളാണ്
നമ്മൾ ശ്വസിക്കുന്നതും കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും. ഈ 3 എണ്ണത്തിൻ്റെ അംശം കൂടി വരുമ്പോഴാണ് സർവ്വരോഗങ്ങളും ത്രൈവ് ചെയ്യുന്നത്, പരിലസിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ. ഭൂമാനന്ദ സ്വാമി പറയുന്നതിനെ നിരാകരിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലെക്ചർ കഴിഞ്ഞതിന് ശേഷം എന്നെ പറഞ്ഞ് ഉദ്ബുദ്ധനാക്കി തരും. ഈ 3 സാധനങ്ങളുമാണ് നാം ഉപയോഗിക്കുന്നത് പല കാര്യത്തിലും. വിസർജനങ്ങളിലൂടെ, ഇൻസെക്ടിസൈഡ്സിലൂടെ പലതരത്തിലുമായി ഉപയോഗിച്ച് ആ മനുഷ്യനെ കാർന്ന് ഉള്ളുകൊണ്ട് തിന്ന് അവനെ ഭും. ഞാൻ കുറ്റം പറയല്ല, വസ്തുത വെളിപ്പെടുത്തുകയാണ്. അപ്പം നിങ്ങൾ ഒരാളും എൻ്റെ അടുത്ത് വന്ന് പറയരുത് ലോകം ഈസ് പ്രോഗ്രസിങ്. വാട്ട് കൈൻഡ് ഓഫ് എ പ്രോഗ്രസ് ഈസ് ദിസ്? വി വാണ്ട് ഗ്രേറ്റർ ലോഞ്ചിവിറ്റി, ഗ്രേറ്റർ എൻഡ്യൂറൻസ്. We must have a greater measure of immunity within ourselves. The food that we are consuming should be more nourishing, more sustaining, more immunity producing and resulting. എത്രത്തോളം കാലം ഇത് നടക്കുന്നില്ലയോ നമ്മുടെ സിവിലൈസേഷനെ സസ്റ്റൈനബിൾ, സ്വയം നിലനിൽക്കാവുന്ന സിവിലൈസേഷൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അന്ന് മുതൽക്ക് ഇന്ന് വരെ നമ്മുടെ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ, ആ രൂപത്തിലുള്ള ധർമ്മ സംസ്കാരം നിലനിന്ന് പോരുന്നുണ്ട്. അവ എപ്പോഴും തത്വങ്ങളിലും മൂല്യങ്ങളിലും സിദ്ധാന്തങ്ങളിലും അധിഷ്ഠിതമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ചോദിക്കുന്നത് മഹാരാജാവ്, പറയുന്നത് മഹർഷിവര്യൻ. ആ മഹർഷിവര്യന് ആദ്യമായി പറയുകയാണ്, എൻ്റെ പൊന്നുമോനെ, നിനക്ക് മോക്ഷം ആവശ്യമുണ്ടോ? ആന്തര സ്വാതന്ത്ര്യം നിനക്ക് വേണമോ? ആ ഉൾ സൗഭാഗ്യം നിനക്ക് അണിയണമോ? നിനക്ക് നുകരണമോ? ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈ പുറം വസ്തുക്കളോട് വിഷമാണെന്ന് കണക്കാക്കി ഒരു സമീപനം വളർത്തണം. ഇത് പറയുമ്പോൾ കഠിന ശബ്ദമായോ എന്നെനിക്ക് തോന്നുന്നു. നിങ്ങളെല്ലാവരും അങ്ങനെ ചിന്തിക്കുമോ എന്ന്. അല്ല കൂട്ടരെ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. മുക്തിമിച്ഛസി ചേത്താത വിഷയാൻ വിഷവത്യജ. നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നു. ഒരു മുറിയുടെ ഉള്ളിൽ വാതിലും ജനാലയും തുറന്നിടാതെ നിങ്ങൾ മാത്രമായി ഒരു 2 മണിക്കൂർ ഇരുന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊന്ന് പറയൂ. കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തു പോകുന്നത്. അത് പരന്ന കാറ്റോടുകൂടി മിക്സ് ചെയ്ത ആ കാർബൺ ഡൈ ഓക്സൈഡ് പോയി നിങ്ങൾക്ക് ജീവവായു കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ നമ്മുടെ മൂക്കിൽ നിന്ന് പുറത്തു പോകുന്ന ശ്വാസത്തിൻ്റെ പേരിൽ തന്നെ നാം മൃതി അടയും. ആം ഐ റൈറ്റ് ഓർ നോട്ട്? എന്താ മിണ്ടാതെ? ഈ വിഷം ആരാണ് ഉണ്ടാക്കുന്നത്? സർവ്വ ജീവജാലങ്ങളും ഇവിടെ വിഷം തരികയാണ് ശ്വാസത്തിലൂടെ. അതിൽ നിന്ന് നമ്മളെ പരിരക്ഷിക്കുന്നത് ജീവനില്ലാത്ത പല വസ്തുക്കളും സസ്യങ്ങളും ഒക്കെയാണ്. ഒരു ഭാഗത്ത് ജലം, ഒരു ഭാഗത്ത് ഭൂമി, സസ്യലതാദികളെല്ലാം തന്നെ. അതാണ് നമ്മുടെ ഭാഷയിൽ ഈ സസ്യലതാദികളെ, വൃക്ഷങ്ങളെ പരഭൃത് എന്ന് വിശേഷിപ്പിക്കുന്നത് ശ്രീമദ് ഭാഗവതം. അന്യനെ സന്ധാരണം ചെയ്യാനും സഹായിക്കാനും നിലനിർത്താനുമുള്ളത്. ഒരു വൃക്ഷമുണ്ടെങ്കിൽ എത്ര ജീവവായുവ. ഇവിടുത്തെ ആ ചില ആലുകളുണ്ട് വടക്കുനാഥൻ്റെ മുൻപിൽ. ഈ ആലുകൾ കൊണ്ട് ചുറ്റുഭാഗത്തുമുള്ള ഷോപ്പുകൾക്കും എല്ലാവർക്കുമാണ് ഏറ്റവും അധികം ജീവവായു കിട്ടുന്നത്. ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല ഈ ആല്, മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും എല്ലാറ്റിനും ഉള്ളതാണ്. ഒരാല് വെച്ചാൽ 200-250 കൊല്ലത്തോളം അവിടെ ഉണ്ടാവും. ആ ആലിനെ നമ്മൾ ഒരു ബ്രാഹ്മണനായിട്ടാണ് പരിഗണിക്കുന്നത്. അതിന് പൂണൂലിടുന്ന ഉപനയനം ഒരു സമ്പ്രദായമുണ്ട്. നൈമിഷാരണ്യത്തിൽ ഇക്കൊല്ലം 27 നക്ഷത്രങ്ങൾ വൃക്ഷങ്ങൾ നട്ടതിൽ ഒരെണ്ണം നമ്മുടെ അരയാലാണ്. അത് നടുമ്പോൾ 4-5 ആൾ കൂടിയിട്ടാണ് നടുക. അത്ര ദീർഘായുസ്സാണ് അതിന്, മനുഷ്യായുസ് പോലെയല്ല. എത്രയോ പുരുഷൻ്റെ ആയുസ് 1, 2, 3 തലമുറ വരെ നിൽക്കുന്ന ആലുവൃക്ഷങ്ങളുണ്ട്. ഈ ആല് നശിച്ചു പോകാനുള്ളപ്പോഴാണ് 2 കൊല്ലം മുൻപ് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞത് ഇത് പരിരക്ഷിക്കണമെന്ന് പറഞ്ഞ്. എനിക്ക് പരിചയമുള്ള നിങ്ങളുടെ നാട്ടിൻ്റെ അടുത്തുള്ള ഒരു ഷൺമുഖൻ, ഒരു ഓട്ടോ വെള്ളം കൊടുക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം വന്ന് ചാണപ്പൊടി വെണ്ണീറൊക്കെ ഇട്ട് നനയ്ക്കാൻ പറഞ്ഞു. ദേവസ്വം ബോർഡിൻ്റെ സമ്മതത്തോടു കൂടി, അറിവോടുകൂടി. അങ്ങനെ അത് 2 കൊല്ലമായിട്ട് പോയിട്ടില്ല. ഒരൊറ്റ ആലിനെ നാം നശിക്കാൻ അനുവദിക്കരുത്. അതവിടെ നിൽക്കണം. അത് നട്ട് കഴിഞ്ഞാൽ അതിന് ഉപനയനം എന്നൊരു കർമ്മമുണ്ട്. വിവാഹം, വേപ്പ് കൊണ്ടൊരു വിവാഹ കർമ്മവുമുണ്ട്. നമ്മുടെ പ്രകൃതിയോടുള്ള സമീപനത്തിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കൂ എൻ്റെ നാഗരിക ജനങ്ങളെ. പ്രകൃതിയാണ് നമ്മുടെ അമ്മ. നമ്മുടെ അമ്മ ജനിച്ചു മരിച്ചു പോകുന്നതാണ്. നമ്മുടെ ശരിയായ അമ്മ ഈ മണ്ണാണ്, ഈ ഭൂമിയാണ്. നമ്മുടെ അമ്മയാണ്, അച്ഛനാണ് ബാക്കിയുള്ള 4 ഭൂതങ്ങൾ. ആ ഭൂതങ്ങളുടെ ഹസ്തങ്ങളിലാണ് നാം ഇങ്ങനെ ഊഞ്ഞാലാടി കഴിയുന്നത്. ഇവിടെ
ഭൂമി തൊടാതെ നിൽക്കാൻ നിങ്ങൾക്ക് എത്ര കാലം സാധിക്കും? വായുസ്പർശമില്ലാതെ അര മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റുമോ? വെള്ളത്തിൽ 80%, ദേഹത്തിൽ 80% വെള്ളമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മുക്തിമിച്ഛസി ചേത്താത വിഷയാൻ വിഷവത്യജ. നചികേതസ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ വാജശ്രവസ് യാഗം കഴിക്കുകയായിരുന്നു. യാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യമായിട്ടുള്ള ശ്രേഷ്ഠമായ ഒരു കർമ്മം. വളരെയധികം പണച്ചെലവുണ്ട്. ആ യാഗത്തിൽ മന്ത്രങ്ങളും തന്ത്രങ്ങളും പറഞ്ഞ് പല ഹോമദ്രവ്യങ്ങളും അഗ്നിയിൽ സമർപ്പിക്കും. അഗ്നി ഭഗവാനെ ഇത് കൊണ്ടുപോയി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൽ എത്തിക്കൂ എന്ന് പറഞ്ഞ് അഗ്നിയെ ഏൽപ്പിക്കുന്നതാണ്. വേറെ ആരുടെ അടുത്ത് ഏൽപ്പിക്കാൻ നമുക്ക് പറ്റില്ല. നെയ്യ് കോരി ഒഴിച്ചാൽ അഗ്നി ചിരിച്ച് അങ്ങനെ മകിഴ്ന്ന് ചിരിച്ചങ്ങോട്ട് പൊന്തും. ആ നെയ്യ് മുഴുവനും കത്തി അങ്ങോട്ട് കലാശിക്കും, ഒക്കെ വെണ്ണീറായി തീരും. അപ്പം നമ്മൾ കൊടുത്ത സാധനം അനുഭവിച്ചു എന്നൊരു കൃതാർത്ഥത നമുക്കുണ്ട്. അതാണ് അഗ്നിയെ കൂട്ടുപിടിച്ച അഗ്നികർമ്മങ്ങൾ നാം രൂപപ്പെടുത്തിയതും രേഖപ്പെടുത്തിയതുമെല്ലാം. പക്ഷേ അതല്ല യാഗത്തിൽ പ്രമാണം. യാഗത്തിൽ പ്രധാനമായിട്ടുള്ളത് ദാനമാണ്. നാം നമ്മുടെ സമ്പാദ്യം കൊണ്ട് ശേഖരിച്ചടിച്ച ഒന്നാം തരം ദ്രവ്യങ്ങൾ, നല്ല ദ്രവ്യങ്ങൾ സെലക്ട് ചെയ്ത് കടയിൽ പോയി മേടിച്ച് നിലത്ത് വയ്ക്കാതെ കൊണ്ടുവന്ന് ഭദ്രമായി സൂക്ഷിച്ച് വെടുപ്പാക്കി നല്ല പാത്രത്തിൽ നല്ല പശ്ചാത്തലത്തിൽ മന്ത്രങ്ങൾ ചൊല്ലി അങ്ങോട്ട് കൊടുക്കുകയാണ്. താങ്കളിത് കൊണ്ടുപോയി അനുഭവിക്കൂ, അതിലെനിക്ക് സന്തോഷമുണ്ട്, കൃതാർത്ഥതയുണ്ട്, എൻ്റെ കുടുംബവും വരും തലമുറയും അനുഗ്രഹീതമാകും, അതുകൊണ്ട് ദയവ് ചെയ്തത് സ്വീകരിക്കണമേ, ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞു വേണം കൊടുക്കാൻ. നചികേതസിൻ്റെ അച്ഛൻ എന്തു ചെയ്തു? പശുദാനമാണ് ഏറ്റവും വിശേഷം. അന്നത്തെ കാലത്ത് അത് വിശേഷവുമാണ്. തൊഴുത്തിന് ഉപയോഗശൂന്യമായിരിക്കുന്ന ഒറ്റക്കൊമ്പി, 3 മുലച്ചി, കറവ പറ്റിയത്, ചെനപ്പിടിക്കാത്തത്, ഇങ്ങനെയുള്ള പശുക്കൾ കുറേ ഉണ്ടായിരുന്നു അവിടെ. ആ പശുക്കളെയൊക്കെ അങ്ങോട്ട് തിരഞ്ഞെടുത്തു. എന്നിട്ട് കൊണ്ടുവന്ന് അങ്ങനെ നിരത്തി നിർത്തി. എന്നിട്ട് അതിപവിത്രവും ദിവ്യവുമായിരിക്കുന്ന വേദമന്ത്രങ്ങൾ ചൊല്ലി കൊടുക്കാൻ തീരുമാനിച്ചു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അത് കണ്ടപ്പോൾ അച്ഛനില്ലാത്ത വിവേകം, അതിൻ്റെ ഒരു സ്പർശം മകൻ്റെ ഹൃദയത്തിൽ പൊട്ടിവിരിഞ്ഞു. അഹോ ഞാൻ എന്തു ചെയ്യും? എൻ്റെ അച്ഛനാണ്, എനിക്ക് ജന്മം നൽകിയവനാണ്. എൻ്റെ മനസ്സിൽ കുട്ടിയായിരിക്കുമ്പോൾ തോന്നുന്നു ഇങ്ങനെയല്ല യാഗം നടത്തുക, ഇങ്ങനെയല്ല ദാനങ്ങൾ ചെയ്യുക. ഉപയോഗശൂന്യമായ വസ്തുക്കളെ അല്ല ഉപയോഗത്തിന് വേണ്ടി കൊടുക്കുക. നിങ്ങൾക്കൊന്നിനും കൊള്ളാത്തത് ബാക്കിയുള്ളവർ കൊണ്ടുപോയി ഉപയോഗിച്ചോളൂ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അവനവൻ കഴിക്കുന്നതല്ലേ ബാക്കിയുള്ളവർക്ക് കൊടുക്കുക. അതിൽ വെച്ച് ഏറ്റവും മികച്ചതും നല്ലതും ശ്രേഷ്ഠവുമായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് കൊടുക്കണം. നല്ല പാത്രത്തിൽ, നല്ല മുഖത്തോടുകൂടി, നല്ല വാക്കുകളോടുകൂടി, നല്ല മനസ്സോടുകൂടി, സ്നേഹമസൃതമായി, ദിവ്യഭാവത്തോടുകൂടി, പരോപകാരം ഇങ്ങനെ നിറഞ്ഞു വഴിഞ്ഞു ഒഴുകണം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും. അങ്ങനെ വേണം ദാനം ചെയ്യാൻ. ആ വസ്തുക്കളാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. അതിൻ്റെ പുണ്യഫലങ്ങളും അനുഗ്രഹങ്ങളും ദാതാവിനുള്ളതാണ്. ദ്രവ്യം മാത്രമേ ബാക്കിയുള്ളവർക്കുള്ളൂ. ആ ദ്രവ്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന പുണ്യഫലം കൊടുക്കുന്ന ദാതാവിനാണ്. ദാനം ബാക്കിയുള്ളവർക്കല്ല, ദാതാവിനെ അനുഗ്രഹിക്കാൻ. ഈശ്വരനെ വിശ്വസിക്കുന്നത് ഈശ്വരന് വേണ്ടിയല്ല, ഈശ്വരനെ ആരാധിക്കുന്നതിന് അദ്ദേഹത്തിന് വേണ്ടിയല്ല. ആരാധന ചെയ്യുന്ന ആരാധകൻ്റെ നന്മയ്ക്കും മേന്മയ്ക്കും ഉദ്ഗതിക്കും ഉത്തുംഗതയ്ക്കും ഹൃദയ വികസനത്തിനും വേണ്ടിയാണ്. All our activities and interactions are primarily and ultimately meant for our own elevation, our own expansion, our own purity, our own nobility, our own fulfillment. Nothing is there to benefit the so-called God or other agencies. ഇത് നല്ല പോലെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് കണ്ട് മനസ്സിന് വിഷമം തോന്നി. കുട്ടിയാണ്, അച്ഛനെ കോപിപ്പിക്കരുത്, കാര്യം പറഞ്ഞ് മനസ്സിലാക്കും വേണം. അതിന് ആ പൊന്നുകുട്ടി കണ്ടെത്തിയ വഴി എന്താ? അച്ഛൻ്റെ അടുത്ത് കൂടി എന്താ മോനെ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ എന്നെ ആർക്കാ കൊടുക്കാൻ പോണേന്ന് ചോദിച്ചു. ഈ പിടിച്ചു പൊത്തുന്നുണ്ടല്ലോ, പിടിച്ചു പൊത്തി എന്നെ ആർക്കാ കൊടുക്കാൻ പോണേന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോഴേക്കും ദേഷ്യായി, കോപാന്ധനായി, കണ്ണ് ചുവന്നു, മനസ്സ് കലങ്ങി, ശ്വാസത്തിന് മൂർച്ച കൂടി. നിന്നെയോ ഞാൻ യമനാണ് കൊടുക്കാൻ പോണേന്ന് ഒറ്റ വാക്ക്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ചെയ്യുന്നത് പവിത്ര കർമ്മം, ദിവ്യകർമ്മം, അതിൻ്റെ യജമാനൻ. ഋത്വിക്കുകൾ അപ്പുറത്ത് 4 ഭാഗത്തും ഇരിക്കുന്നു.
ആ സമയത്താണ് വാജസ്രവസിൻ്റെ ഉള്ളിൽ ഈ കൽമഷം, ഈ പാപം, സ്വപുത്രനെ പോലും മരിച്ചു കാണണം എന്നുള്ളൊരു വിചാരം. അവനിനി ഭൂമിയിൽ ഇരിക്കരുത്, യമലോകത്തിലേക്ക് പോകണം, എൻ്റെ മുൻപിൽ ഇരിക്കരുത്, ഞാൻ കൊല്ലുന്നില്ല എന്നാലും അവൻ അപ്രത്യക്ഷനാവണം എന്നൊരു വിചാരം. ഒരു പുത്രനെ കൊല്ലുന്നതിന് തുല്യമായിരുന്നു ആ വാക്ക്. നചികേതസ് ഒരക്ഷരം മിണ്ടിയില്ല. അങ്ങനെ പുറപ്പെട്ടു, യമലോകത്തെത്തി. അവിടെ യമധർമ്മരാജാവില്ല, വലിയൊരു കൂട്ടക്കൊല നടക്കാൻ പോവുക. അതിന് അദ്ദേഹം തന്നെ പോകേണ്ടി വന്നു നേരിട്ട്. പ്രധാനപ്പെട്ട ലാത്തി ചാർജോ ബാക്കിയുള്ളതോ ഒക്കെ നടക്കുമ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് വരെ പോവാറുണ്ടല്ലോ. അതുമാതിരി യമധർമ്മരാജാവ് സ്വയം പോകേണ്ട വലിയൊരു കൂട്ടക്കൊലയായിരുന്നു. അവിടെ പോയി 3 ദിവസം താമസിച്ചേ വരാൻ പറ്റിയുള്ളൂ. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ നചികേതസ്സിത ഉടലോടുകൂടി ഭൂലോകത്തുനിന്ന് വന്നിരിക്കണു ഒരു ബ്രഹ്മചാരി. എൻ്റെ വാതിൽക്കൽ 3 ദിവസം പട്ടിണി കിടന്നു. ആരും ഒരു ഉപചാരവും ചെയ്തില്ല, ശുശ്രൂഷിച്ചില്ല. ശ്വാസമൊഴികെ ഒന്നും ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. കുടിക്കാൻ വെള്ളമില്ല. എത്ര ദാഹിച്ചു കാണും, എത്ര വിശന്ന് കാണും. ഈ പാപം ഞാൻ എങ്ങനെ പരിഹരിക്കും? വേഗം കൊണ്ടുവരൂ വെള്ളം എന്ന് പറഞ്ഞ് കാല് കഴുകി വെള്ളം കൊടുത്ത് ആഹാരവും ചിലതെല്ലാം കൊടുത്തതിന് ശേഷം യമധർമ്മരാജാവ് കൈകൂപ്പി നിന്ന് പറയുകയാണ്, എൻ്റെ പൊന്നു മോനെ, വലിയൊരു അപരാധം എനിക്ക് സംഭവിച്ചു. ഇതാദ്യമായിട്ട് വന്നതാണ്. എൻ്റെ സർവസ്വവും നശിച്ചു പോവുമല്ലോ. ഭൂമിയിൽ നിന്നൊരു ബ്രഹ്മചാരി വന്ന് എൻ്റെ കുടുംബത്തിൽ എൻ്റെ വാതിൽക്കൽ പട്ടിണി കിടന്ന് 3 ദിവസം. ഇത് മറക്കാനാവില്ല. അതുകൊണ്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ, എന്തെങ്കിലും ഡാമേജ് തീർക്കാം, അതേ വഴിയുള്ളൂ. 3 ദിവസത്തിന് ഞാൻ 3 വരം തരാമെന്ന് പറഞ്ഞു. ആദ്യമായി ചോദിച്ച വരം എന്താ? ആ കുട്ടിയുടെ വൈഭവം. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങൾ ഒന്ന് ആലോചിക്കണപ്പാ. ഭൂമാനന്ദ സ്വാമി പറയുന്നത് ഭാരതത്തിൻ്റെ കൊത്തിവെച്ച ശാശ്വതമായ മൂല്യ സംസ്കാരമാണപ്പാ. മൂല്യ സംസ്കാരമാണ് ഇത്. മതം എന്നുള്ള ചട്ടക്കൂട്ടിൽ പെടുത്താവുന്നതല്ല, പെടുത്തരുത്. നമ്മുടെ ഭാഷയിൽ മതത്തിനർത്ഥം ഒപ്പീനിയൻ, അഭിപ്രായം എന്നാണ്. ലോകത്തിലുള്ള ഡിക്ഷണറികളിൽ മതം, റിലിജൻ എന്നുള്ള വാക്ക് ഉടലെടുക്കുന്നതിന് എത്രയോ മുൻപ് ഗംഗാനദീ തീരത്ത് രൂപപ്പെട്ട് തഴച്ച് വളർന്ന് പന്തലിച്ചു വന്നതാണ് നമ്മുടെ സംസ്കാര വൃക്ഷം. അന്ന് there was no word like religion in the entire world. There was nothing like that in the dictionary. I am speaking to you about a prehistoric period. ഹിസ്റ്ററിക്കൊക്കെ എത്രയോ മുമ്പുണ്ടായിരുന്ന കാലത്താണ്. അന്ന് മുതൽക്ക് ഇതാണ് അതിഥി സത്കാരം. വളരെ വിശേഷപ്പെട്ടതാണ്. നിങ്ങളുടെ വീട്ടിൽ എത്ര ആളും നല്ലോണം ഡൈനിങ് ടേബിളിലിരുന്ന് ഭംഗിയായി എയർ കണ്ടീഷൻ നടത്തി ഉണ്ട് വയറ് വീർപ്പിച്ചാലും അതൊരു വീടല്ല കൂട്ടരെ. ആ വീടിൻ്റെ വാതിലുകൾ അതിഥികൾക്ക് വേണ്ടി തുറന്നിടണം. അവരെപ്പോഴും വരില്ല, ചിലപ്പോഴേ വരുള്ളൂ. അത് ബന്ധുക്കളാകാം, സ്നേഹിതന്മാരാകാം, അല്ലാത്തവരുമാകാം. അവർ വന്നാൽ ഉടനെ അവർക്ക് വേണ്ടത് ചെയ്യാതെ ഒരു വീട്ടമ്മയോ ഒരു വീട്ടുകാരനോ ഇരിക്കരുത്. ഞാനൊരു സന്യാസിയാണ്. സന്യാസിമാരെ എങ്ങനെയാണ് ഗൃഹസ്ഥന്മാർ കാണുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്തോ കാരണത്താൽ ഒരു നാരായണാശ്രമ തപോവനം കെട്ടി അവിടെ ഇരിക്കണു. എന്നാൽ സഞ്ചരിക്കുന്ന സന്യാസിമാരാണ് ഭാരതത്തിൽ കൂടുതൽ. അവരെങ്ങനെ കഴിഞ്ഞുകൂടുന്നു നിങ്ങളൊന്ന് ആലോചിക്കൂ. ഏത് സന്യാസിയെ കണ്ടാലും ഭൂമാനന്ദ സ്വാമി ഭാവന നിറഞ്ഞങ്ങനെ ഇരിക്കും. എൻ്റെ മനസ്സ് ഭാവസമുദ്രത്തിൽ ആണ്ടുപോവാണ്. എന്തിൻ്റെ പേരിലാണ് ഇവർ സഞ്ചരിക്കുന്നത്? ഒരു വീട്ടിൻ്റെ മുൻപിൽ ചെന്ന് ഓം നമോ നാരായണായ എന്ന് പറഞ്ഞാൽ ആ വീട്ടമ്മ പ്രത്യേകം തയ്യാറാക്കിയ ഭക്ഷണമാണ് കൊണ്ടു കൊടുക്കുക. അത് ഒരു സ്ഥലത്തു നിന്നും കൂടുതൽ അവർ മേടിക്കില്ല. 10 വീട് വരെ പോവാം. ഒരാൾക്കും ഭാരമുണ്ടാക്കരുത്. ആ അതിഥി സത്കാരം എന്നുള്ളത് വളരെ വിശേഷപ്പെട്ടതാണ്. അതാണ് ഈ ഉപനിഷത്ത്, കഠോപനിഷത്ത് നിങ്ങളോട് പറയുന്നത്. യമധർമ്മരാജാവിന് വന്ന പരാജയം, വന്ന തോൽവി വളരെ ഗൗരവാവഹമായിരുന്നു. അതിന് പ്രായശ്ചിത്തം എന്നുള്ള നിലയ്ക്കാണ് 3 വരങ്ങൾ ആവശ്യപ്പെട്ടത്, ചോദിച്ചത്, കൊടുക്കാമെന്ന് പറഞ്ഞത്. ആദ്യം ആ കുട്ടി ചോദിച്ചു, ആദ്യത്തെ വരം എന്താണെന്നറിയോ? കാത് കടം മേടിച്ച് കേൾക്കുന്നപ്പാ ഞാൻ ഈ പറയുന്നത്. ആദ്യത്തെ വരം എന്താ? സ്വർഗം വേണമെന്ന് പറഞ്ഞില്ല, വൈകുണ്ഠം വേണമെന്ന് പറഞ്ഞില്ല, ഭഗവത് ദർശനം വേണം എന്നല്ല പറഞ്ഞത്. ചോദിച്ചത് എന്താ? ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ തിരിച്ചറിയണമെന്ന്. സാധാരണ യമൻ്റെ അടുത്ത് പോയി തിരിച്ചു വന്നാൽ ഒന്നാമത് വരില്ല. വന്നാലോ പേടിയ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചുപോയി, ദഹിപ്പിച്ചു,
ആ ആൾ രണ്ടാമത് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉടനെ പോലീസിനെ വിളിക്കും, വിളിച്ചോളണം, റിപ്പോർട്ട് ചെയ്യും വേണം. അപ്പം ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്നെ തിരിച്ചറിയണം എൻ്റെ അച്ഛൻ. അച്ഛന് ഒരു വിധത്തിലുള്ള ദേഷ്യവും ഉണ്ടാവരുത്, സ്വാഗതം ചെയ്യണം. അതിന് പറ്റിയ തരത്തിൽ എൻ്റെ അച്ഛൻ്റെ മനസ്സിനെ സമ്പന്നമാക്കി, സ്നേഹമസൃണമാക്കി, അനുഭാവപൂർവം ആക്കി തീർക്കണം എന്നായിരുന്നു. ടെൽ മീ, ഈസ് ഇറ്റ് നോട്ട് എ ഹ്യൂമൻ ആസ്പിറേഷൻ റിലേറ്റിംഗ് ടു ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ? ഇതിനാണ് ഉപനിഷത്തിൽ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ദിവ്യമല്ല, അഭൗമമല്ല, വൈകുണ്ഠമോ കൈലാസമോ അല്ല. അച്ഛനും മകനും തമ്മിലുള്ള പെരുമാറ്റം, സമ്പർക്കം, മനോഭാവം, അവരുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതായ ആ സ്നേഹബദ്ധത, ആ ഉദാരത, ആ ഉത്തുംഗത, ആ അനുഭാവപൂർണമായിരിക്കുന്ന പെരുമാറ്റം, വാക്ക്, പോക്ക്, സമ്പർക്കം, അതാണ് ആവശ്യപ്പെട്ടത്. രണ്ടാമത്തെ വരം ഒരു കർമ്മത്തെ പറ്റിയിട്ടാണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ വരം ചോദിച്ചത് എന്താ? മനുഷ്യൻ മരിച്ചു പോവുക, ദേഹം വീഴുമ്പോൾ രണ്ട് തരത്തിലുള്ള അഭിപ്രായമാണ് നിലനിൽക്കുന്നത്. ആ ആള് പോയി ഒന്നും ബാക്കിയില്ല എന്ന്. പിന്നെയുള്ളവർ പറയണു ഇല്ല, എന്തുണ്ടായിരുന്നോ ശരീരത്തിൽ അത് ഇപ്പോഴും ഉണ്ട് എന്നിങ്ങനെ രണ്ടഭിപ്രായമാണ്. ഏയം പ്രേതേ വിജിഗിത്സ മനുഷ്യേ അസ്തീത്യേകേനായമസ്തീതി ജൈകേ ഏതദ്വിദ്യാം അനുശിഷ്ടസ്ത്വയാഹം വരാണാം ഏഷ വരസ്തൃതീയഃ. വരാണാം ഏഷ വരസ്തൃതീയഃ. എൻ്റെ മൂന്നാമത്തെ വരം എന്താ? വരാണാം ഏഷ വരസ്തൃതീയഃ. മൂന്നാമത്തെ വരം എന്താ? ഭഗവാനെ കാണിച്ചു തരൂ, എനിക്ക് മോക്ഷം തരൂ. ഇതൊന്നുമല്ല ചോദിച്ചത്. ഏയം പ്രേതേ വിജിഗിത്സ മനുഷ്യേ. മനുഷ്യൻ്റെ ശരീരം വീഴുന്ന സമയത്ത് വിജിഗിത്സ, വളരെ കാര്യമായ ഒരു സന്ദേഹം, ഒരു സംശയം, ഒരു ചോദ്യം എല്ലാവരിലുമുണ്ട്. അസ്തീത്യേകേ നായമസ്തീതി ജൈകേ. എന്തുണ്ടായിരുന്നു ആ ആളെന്നുള്ള പേരിൽ ആ ജീവൻ? അത് ശരീരം വീണാലും അതേപടിക്കുണ്ട്, നശിക്കണില്ല. ശരീരത്തിൻ്റെ പ്രവർത്തനക്ഷമത മാത്രമേ നിൽക്കുന്നുള്ളൂ. പ്രാണൻ നിൽക്കുന്നു, ശ്വാസകോശം പ്രവർത്തിക്കാതെ ആവുന്നു, രക്തസഞ്ചാരമില്ല, ദഹനപ്രക്രിയയില്ല, ബുദ്ധിയുടെ തലത്തിലും ബോധാത്മകമായ പ്രവർത്തനമില്ല. അങ്ങനെ പ്രവർത്തനഹീനമാകുന്നു ശരീരം എന്നല്ലാതെ ശരീരത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് തൻ്റെ സാന്നിധ്യത്തിലൂടെ എല്ലാം നടത്തിക്കൊണ്ടിരുന്ന ആ ഉൾ സാന്നിധ്യമുണ്ടല്ലോ, ആ ഉൾ സത്ത, അതിനൊരു കേട്ടവുമില്ല. വിറക് കത്തി ഇങ്ങനെ ജ്വലിക്കുന്ന സമയത്ത് നിങ്ങളത് കെടുത്തിയാൽ ലോകത്തിലുള്ള അഗ്നി കെടുവോ? എന്താ മിണ്ടാതെ? വിളക്കിൽ ആ നാളം കെടുത്തുമ്പോൾ അഗ്നി കെടുവോ? എന്താ മിണ്ടാതെ? അപ്പൊ സംശയമുണ്ട്. ഈ സംശയം ഏതദ്വിദ്യാം അനുശിഷ്ടസ്ത്വയാഹം വരാണാം ഏഷ വരസ്തൃതീയഃ. ഈ ഒരു കാര്യം ലോകത്തിൽ ധാരാളം സംശയമാണ്. തലമുറകൾ എത്രയോ കഴിഞ്ഞു, യുഗങ്ങൾ എത്രയോ കഴിഞ്ഞു, ഈ സംശയത്തിന് ഒരു മാറ്റവും ഇല്ല, ഈ ചോദ്യം അസ്തമിച്ചിട്ടുമില്ല. അങ്ങാണല്ലോ മരണാധിപൻ. ലോകത്തിൽ മരിച്ചവരെയെല്ലാം കൊണ്ടുവന്ന് കലവറയിൽ സൂക്ഷിക്കുന്നത് യമധർമ്മരാജാവേ അങ്ങല്ലേ? അങ്ങയുടെ കലവറയൊന്ന് തുറന്ന് കാണിച്ചു തരൂ. ഈ മരണാനന്തരം മനുഷ്യർക്ക് എന്ത് സംഭവിക്കണു എന്നൊന്ന് പറഞ്ഞു തരൂ. അവരുണ്ടോ ഇല്ലയേ? അങ്ങ് ആരെയെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ? എവിടെയാണ് സൂക്ഷിക്കുന്നത്? എപ്പോഴാണ് ഇനി തിരിച്ചു പറഞ്ഞയക്കണത്? ഈ വർത്തമാനമൊക്കെ എനിക്ക് അങ്ങ് തന്നെ നേരിട്ട് പറഞ്ഞു തരണം. അനുശിഷ്ടസ്ത്വയാഹം, അങ്ങയാൽ ഉപദേശിക്കപ്പെട്ട് ഞാനിത് മനസ്സിലാക്കാൻ ഇഷ്ടപ്പെടുന്നു. എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ആലോചിക്കൂ. യമധർമ്മരാജാവ് കൊടുത്ത 3 വരത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മൂന്നാമത്തെ വരം നചികേതസിൻ്റെ അഭിപ്രായത്തിൽ എന്താ? എനിക്ക് അറിവ് വേണം. എന്തിനെക്കുറിച്ച്? തന്നെക്കുറിച്ച്, തൻ്റെ ഉള്ളിലുള്ള ഉൾ സത്തയെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ച്. ഞാൻ എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ, ആ ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന ഉൾ സാന്നിധ്യം, ഉൾ പ്രഭാവം, ആ ഉൾ മേന്മ, ആ ഉൾ സത്ത, അതിനെ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഒരു ചെറിയ കുട്ടിക്ക് പോലും ഉള്ള അഭിലാഷം അറിവാണെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവർക്ക് എത്ര വേണം ഈ അഭിലാഷം എന്ന് സ്വയം ഒന്ന് പരിശോധിച്ചു നോക്കൂ. നാം ആവശ്യപ്പെടുന്നത് സ്വർണമല്ല, ഭൂമിയല്ല, വളരെ ശക്തമായ ഒരു കുടുംബവുമല്ല. ഇതെല്ലാം ലോകത്തിൽ നശ്വരമാണ്, നശിക്കുന്നതാണ്. നമ്മുടെ ഭൂമിയും നശിച്ചു പോകും,
സൂര്യൻ തണുക്കും ഒരു കാലത്ത്, ചന്ദ്രൻ ഇല്ലാതെയാകും. നമ്മൾ അയക്കുന്നതായ ഉപഗ്രഹങ്ങളുണ്ടല്ലോ, അതെല്ലാം തേഞ്ഞ് പോകുമെങ്കിൽ അതിനേക്കാൾ വലിയ ചന്ദ്രനും സൂര്യനും ഭൂമിയും ഇല്ലാതെയാവില്ലേ? ആലോചിച്ച് മറുപടി പറയണം. ബുദ്ധി കൊണ്ട് വേണം തുഴഞ്ഞു കയറാൻ. ഇവിടെ യുക്തി കൊണ്ട് വേണം ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ. എല്ലാം തന്നെ നശ്വരമാണ്, നശ്വരമാണ്, നശ്വരമാണ്. ആ നശ്വര വസ്തുക്കൾ നിങ്ങൾക്ക് എത്ര കിട്ടിയാലും, എത്ര വലിയ മുതലാളികളായാലും യജമാനന്മാരായാലും, എല്ലാ മുതലാളിയും യജമാനനും അവസാനം നശിക്കും. ശ്മശാനത്തിലേക്ക് ബാക്കിയുള്ളവർ കൊണ്ടുപോകും. കയ്യിലുള്ള അരക്കാശ് പോലും നെഞ്ഞത്ത് വെച്ച് ദഹിപ്പിക്കില്ല. കവിഞ്ഞതൊരു മുണ്ട്, 2 മാലയോ ബോക്കയോ കൊടുക്കും, അതേ കിട്ടുള്ളൂ. അത് അഗ്നിഭഗവാനാണ്, പോകുന്ന ആൾക്ക് കിട്ടില്ല. ശരിയായുള്ള നേട്ടം നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്നതും ബുദ്ധിക്ക് തെളിച്ചമുണ്ടാക്കുന്നതും ആന്തരമായ പ്രസന്നതയും മികവും നിറവും പൂർണ്ണതയും നൽകുന്ന ജ്ഞാനമാണ് നമ്മുടെ ആവശ്യം. അതിലാകട്ടെ നിങ്ങളുടെ കൗതുകം, നിങ്ങളുടെ അഭിലാഷം, നമ്മുടെ കുതൂഹലം. ആ കുട്ടിയിലൂടെ പറഞ്ഞു തരണു, ഇതാണ് തത്വമൂല്യ അധിഷ്ഠിതമാണ് നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞത്. നചികേസസിനെ അവതരിപ്പിച്ച് ആ കുട്ടിയിലൂടെ യമധർമ്മരാജാവുമായി നടന്ന സംസാരത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. വിഷയാൻ വിഷവത്യജ. അവിടുന്നാണ് ഞാൻ പുറപ്പെട്ടത്. ഈ ലോകത്തിലുള്ള വസ്തുക്കൾ മുഴുവൻ വിഷമെന്ന് കണക്കാക്കി പരിത്യജിക്കണമെന്ന്. യമധർമ്മരാജാവ് ഒരു പരുങ്ങല്ലായി പരിഭ്രമിച്ചു. എൻ്റെ അപ്പോ, എൻ്റെ കലവറ തുറന്ന് കാണിച്ചു കൊടുത്താൽ അവിടെ ഒറ്റ ആൾ പോലും ഉണ്ടാവില്ല. അപ്പം യമൻ എന്നുള്ള ആൾക്ക് പോലും സ്ഥാനമില്ല എന്നാണ് എനിക്ക് പറയേണ്ടത്. ഈ ചോദ്യം വലിയ ചോദ്യമായില്ലോപ്പാ. ഇതിന് ഞാൻ എങ്ങനെ മറുപടി പറയും? എൻ്റെ പൊന്നുമോനെ, വേറെ എന്തെങ്കിലും ആവശ്യപ്പെട്ടോളൂ. ഞാൻ ധാരാളം നൃത്തങ്ങൾക്ക്, വാദ്യങ്ങൾക്കും ഡാൻസിനും എല്ലാമുള്ള കുട്ടികളെ തരാം. വാദ്യഘോഷങ്ങളോടുകൂടി കണ്ണെത്താവുന്നിടത്തോളം ഭൂമി തരാം. അതിൽ ദീർഘകാലം ചക്രവർത്തിയായിരുന്നോളൂ. അതെല്ലാം എടുത്ത് ഈ ചോദ്യം പ്രസ് ചെയ്യരുത്, ഇതിൻ്റെ ഉത്തരം പറയാൻ എന്നെ നിർബന്ധിക്കരുത് എൻ്റെ പൊന്നുകുട്ട എന്ന് പറഞ്ഞ് പല പ്രലോഭനങ്ങളും നീട്ടിയപ്പോൾ, എൻ്റെ കൂടെ ഉണ്ടോപ്പാ നിങ്ങൾ? ഓ, നീട്ടിയപ്പോൾ പറയാണ്, ഞാൻ ആരോട് പറയാനാ നിങ്ങളോടല്ലാതെ. ശോഭാവാമർത്യസ്യ യദന്തകൈതത് സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ അഭിസർവം ജീവിതമൽപമേവ തവൈവ വാഹാസ്തവ നൃത്യഗീതേ. എന്നാ നിങ്ങളുടെ മുഖത്തുനിന്ന് ഈ ശ്ലോകം വരിക? നിങ്ങളുടെ വീട്ടിൽ ഒരു കുട്ടിയെങ്കിലും ഉണ്ടാവില്ലേപ്പാ? എനിക്കിത് കേൾക്കണം, ഇത് മനസ്സിലാക്കണം. എത്ര കുട്ടികളെ നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്? വിദ്യാർത്ഥി മണ്ഡലത്തിനും അധ്യാപക മണ്ഡലത്തിനും പ്രത്യേകമായി ഞാൻ എല്ലാവരെയും അറിയിക്കാനായി ഒരു വിവരണക്കുറിപ്പ് അവർക്ക് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അധ്യാപകന്മാരെ മനസ്സിലാക്കൂ, സംസ്കാരമില്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമാണ് നാശം, നിങ്ങളുടെ തലമുറയ്ക്കാണ് ദോഷം. Mere academic excellence is not going to penetrate into your heart. What we want is sustaining human values, values pertaining to character, behavior, interaction. നമ്മുടെ മൂല്യങ്ങളെല്ലാം തന്നെ ആന്തരമായ സ്വഭാവം, അത് സ്റ്റാറ്റിക്കാണ്, നിലനിൽക്കുന്നതാണ്. അത് പ്രകടമാകുന്നതാണ് പെരുമാറ്റം. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അത് സമ്പർക്കമായി തീരുന്നു. അങ്ങനെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സമ്പർക്കത്തിലും നമ്മളെ ധന്യരാക്കി തീർക്കുന്നതാണ് ഭാരതീയ മൂല്യങ്ങളെല്ലാം തന്നെ. ആ മൂല്യങ്ങളുടെ ഒരു ഭാഗമാണ് നിങ്ങളിവിടെ കാണുന്നത്. മുക്തി വേണമോ ജനക മഹാരാജാവേ? ഞാൻ ഈ പറയുന്നത് ഗ്രഹിക്കൂ. ലോകത്തിലുള്ള വസ്തുക്കൾ മുഴുവനും വിഷമാണെന്ന് കണക്കാക്കൂ. ശോഭാവാമർത്യസ്യ യദന്തകൈതത് സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ. ഈ ലോകത്തിലുള്ള വസ്തുക്കൾ മുഴുവൻ അങ്ങ് എനിക്ക് തരാൻ പറയുന്നു. എന്ത്? കുതിര തരാം, ആന തരാം, നൃത്തം കഴിക്കാനുള്ള കന്യകമാരെ തരാം, വാദ്യഘോഷങ്ങളോടുകൂടി കണ്ടും കേട്ടും രസമായി താമസിച്ചോളൂ എന്ന് പറയുന്നുണ്ടല്ലോ. ഈ വസ്തുക്കളെല്ലാം ശോഭാവാമർത്യസ്യ യദന്തകൈതത്. ഹേ അന്തക! ആരാണ് ഈ അന്തകൻ? എല്ലാവർക്കും അന്തം വരുത്തുന്നവൻ. അങ്ങയുടെ ജോലി എന്താ? എല്ലാവരെയും കൊന്നുകൊണ്ടുപോല. അത് ഓർമ്മ വയ്ക്കൂ. ഒരാളെയും നിലനിർത്തുന്നതല്ല യമ അങ്ങയുടെ ദൗത്യം. അങ്ങയുടെ ദൗത്യം കഴുത്തിൽ കത്തിവെക്കുന്നതാ. അപ്പം അന്തകനായിരിക്കുന്ന അങ്ങയുടെ കീഴിലാണ് എല്ലാവരുടെയും ജീവൻ പുലരുന്നത്.
ആ അന്തകനോട് പറയുന്നു, ശോഭാവാമർത്യസ്യ യദന്തകൈതത്. ഇതൊന്നും നാളെ നിലനിൽക്കും എന്ന് പറയാൻ പറ്റില്ല. അനന്തരവാഴ്ചയെപ്പറ്റി ഒരുറപ്പുമില്ല. എത്ര ഇൻഷുറൻസ് ചെയ്താലും. ഇൻഷുർ ചെയ്താലോ മരിച്ചതിന് ശേഷം കുറേ പൈസ കിട്ടും. മരിക്കാതെ ഇരിക്കാൻ വല്ല ഇൻഷുറൻസും ഉണ്ടോ അവിടെ? ഉണ്ടാവോ എനിക്കറിയില്ല. ശോഭാവാമർത്യസ്യ യദന്തകൈതത് സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ. നമ്മൾ ഈ ലോകത്തിനെ അനുഭവിക്കുന്ന 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ്. കണ്ണിലൂടെ, കാതിലൂടെ, മൂക്കിലൂടെ, നാവിലൂടെ, ത്വക്കിലൂടെ. ഇങ്ങനെ അനുഭവിക്കും തോറും എന്ത് സംഭവിക്കണു? നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ തേജസ് കാർന്ന് തിന്നപ്പെടുകയാണ്. എൻ്റെ അപ്പ, എനിക്ക് ഒരു വായ പോരാ, ലക്ഷക്കണക്കിന് വായ ഭൂമാനന്ദ സ്വാമിക്ക് കിട്ടണം. കോടിക്കണക്കിന് സ്ഥലങ്ങളിൽ എനിക്ക് ചെന്നത് പറയണം. മനസ്സിലാക്കൂ. ഇതാണ് ഭാരത സംസ്കാരം. ജീവിതത്തെ അപഗ്രഥിച്ച് വിലയിരുത്തി അതിൻ്റെ ഗുണാഗുണങ്ങളും ദോഷങ്ങളുമെല്ലാം മനസ്സിലാക്കി ഉദ്ബോധിപ്പിക്കണു. ഇവിടെ ഒരു ഭാഗത്ത് യമധർമ്മരാജാവ്, മറുഭാഗത്ത് ഭൂലോകത്തിൽ നിന്ന് വന്ന ബ്രഹ്മചാരി, കൊച്ചുകുട്ടി. ആ ബ്രഹ്മചാരിയുടെ വയസ്സല്ല ഇവിടെ എൻ്റെ മുൻപിൽ എനിക്ക് കാണാവുന്ന ആർക്കും തന്നെ. നിങ്ങളൊക്കെ ഈ ഉപനിഷത്ത് മുമ്പ് കേൾക്കേണ്ടതായിരുന്നു. ശോഭാവാമർത്യസ്യ യദന്തകൈതത് സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ. കാണുന്തോറും കണ്ണിന് കാഴ്ച കൂടുമോ, ആരോഗ്യം കൂടുമോ, അതോ കണ്ട് കണ്ണ് ക്ഷീണിക്കുമോ? ഒന്ന് പറയും. എന്താ മിണ്ടാത്തത്? നല്ല ഒരു വെളിച്ചം തുറച്ചു നോക്കിയാൽ, ഈ വെളിച്ചത്തിന് ഞാൻ തുറച്ചു നോക്കി അരമണിക്കൂർ ഇരുന്നാൽ അതെൻ്റെ കണ്ണിന് നല്ലതോ അതോ മോശമോ? തിന്ന് വയറ് വീർത്തു പിന്നെയും തിന്നാൽ എന്തുണ്ടാവും? ഒന്ന് പറയണപ്പാ, തുറന്ന് പറയും. ഞാൻ തിന്നണ്ടെന്ന് പറയണില്ല, അപഗ്രഥിക്കണമെന്നേ പറയുന്നുള്ളൂ. സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ. എല്ലാ ഇന്ദ്രിയങ്ങളെയും ജരിപ്പിക്കുന്നതാണ്. അഭിസർവം ജീവിതമൽപമേവ. ഈ ജീവിതം മുഴുവനും എത്ര കാലമുണ്ടെങ്കിലും അല്പമാണ്. ഇന്നലെ വരെ 60 കൊല്ലക്കാലം സുഖമായി ഉണ്ടു. 61ാമത്തെ കൊല്ലം ജനുവരി 1ഉം 2ഉം കഴിക്കാൻ ഭക്ഷണമില്ല. അതേവരെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഓർമ്മ നമ്മളെ സഹായിക്കുമോ? വയറ് വീർക്കോ? എന്താ ഒരു മിണ്ടാതെ? വീർക്കോ? ഇല്ലല്ലോ. അഭിസർവം ജീവിതമൽപമേവ തവൈവ വാഹാസ്തവ നൃത്യഗീതേ. അതുകൊണ്ട് അങ്ങ് തരാം എന്ന് പറയുന്ന കുതിരയും ഒട്ടകവും ആനയും നൃത്തവും ഡാൻസും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും എല്ലാം തന്നെ അങ്ങയുടെ സുരക്ഷിതമായിരിക്കുന്ന കസ്റ്റഡിയിൽ ഇരുന്നോട്ടെ. നചികേതസിന് വേണ്ട. എന്തു പറയുന്നു നിങ്ങൾ? വിഷയാൻ വിഷവത്യജ ക്ഷമാർജവദയാതോഷ സത്യം പീയൂഷവദ്ഭജ. ഈ പ്രപഞ്ച വസ്തുക്കളെ, ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനുള്ള വസ്തുക്കളെ മുഴുവൻ വിഷം പോലെ കണ്ടു കഴിക്കണം. ശങ്കരാചാര്യൻ പറയുകയാണ്, ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം. വിശപ്പിനെ ഒരു വ്യാധിയായി കണക്കാക്കി മരുന്ന് പോലെ കഴിക്കൂ, അല്ലാതെ വയറിങ്ങനെ പുളക്കായ പോലെ വീർക്കാൻ വേണ്ടി കഴിക്കരുതെന്ന്. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കൂ, അത് മരുന്ന് പോലെ എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ സംസ്കാരം. നിയന്ത്രണം, നിഷ്ഠ, റെഗുലേഷൻ, ക്രമീകരണം, ഉള്ളുകൊണ്ടുള്ള ശുദ്ധത, സൂക്ഷ്മത, ക്ഷമാർജവദയാതോഷ സത്യം പീയൂഷവദ്ഭജ. ഇങ്ങനെ ബാഹ്യവസ്തുക്കളെ മുഴുവൻ വിഷമായി കണ്ട് തള്ളിക്കളയണമെങ്കിൽ ഇനി അമൃതായി കണക്കാക്കേണ്ടത് എന്താ? പറഞ്ഞു തരാം. മനസ്സിനും ബുദ്ധിക്കുമുള്ള പോഷണങ്ങൾ, മൂല്യങ്ങൾ, ആഹാരങ്ങൾ, നറിഷ്മെൻറ്റ്, അതാണ് നമുക്ക് അമൃത്. വാക്കുള്ളതോ ദേഹത്തിനുള്ളതോ അല്ല. ശരിയായിട്ടുള്ള അമൃത് മനസ്സിനുള്ളതാണ്, ബുദ്ധിക്കുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടത് എന്താ? ക്ഷമ. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ? സഹനശക്തി, ഫോർബെയറൻസ്, ടോളറൻസ്. ഇങ്ങനെ ഈ വിഷയാൻ വിഷവത്യജ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് കടന്നുപോയി എന്ന് തോന്നുന്നുണ്ടോ? എന്താ മിണ്ടാത്തെ? കൃഷ്ണൻ ഭഗവത്ഗീതയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർനവശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിബന്ധിനൗ. ഓരോ ഇന്ദ്രിയങ്ങൾക്കുമുള്ള പദാർത്ഥത്തിൽ
രാഗം ദ്വേഷം എന്ന് പറയുന്ന തൊപ്പിയിട്ടിട്ടുണ്ട്. ആ രാഗദ്വേഷങ്ങൾക്ക് നീ വശംവദനാകരുത് അർജുന. എല്ലാവർക്കും വേണ്ടി പറയുന്നതാ. തൗ ഹ്യസ്യ പരിബന്ധിനൗ, നിന്റെ ജീവിതയാത്രയിൽ ബദ്ധശത്രുക്കളാണ് ഇവർ. രാഗദ്വേഷങ്ങൾ ഈ വസ്തുക്കളോട് നേരിടുമ്പോഴാണ് ഇത് വേണം, ഇവൻ വേണം, ഇത് വേണ്ട, ഇവൾ വേണ്ട എന്നുള്ള തോന്നൽ നമുക്ക് വരുന്നത്. നമ്മൾ തന്നെ ആവുമ്പോൾ നമുക്ക് വേണവും വേണ്ട രണ്ടുമില്ല. വസ്തുക്കളുമായി സമ്പർക്കം നടത്തുമ്പോഴാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ വസ്തുക്കൾ എല്ലാറ്റിലും രാഗദ്വേഷം അങ്കിതമാണ്. അതിൻ്റെ അടിമയാവരുത്, ശത്രുക്കളാണ്. ഭർതൃഹരി മഹാരാജാവ് ഇരുന്ന് സിംഹാസനം വിട്ട ഭർതൃഹരി പറയുകയാണ്, ഭോഗാന ഭുക്ത വയമേവ ഭുക്ത തപോന തപ്തം വയമേവ തപ്ത കാലോന യാതോ വയമേവ യാതാ തൃഷ്ണാന ജീർണ വയമേവ ജീർണ. കേൾക്കണുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടോ? ഇതൊക്കെ പറയണോ ഞാൻ? ഭോഗാന ഭുക്ത, ഈ ലോകത്തിൽ ജീവിച്ച് ഞാൻ അനുഭവിച്ചു. വാസ്തവത്തിൽ നിങ്ങൾ അനുഭവിച്ചുവോ അതോ ഈ ലോകം നിങ്ങളെ അനുഭവിച്ചുവോ? ആലോചിച്ചിട്ടില്ല അല്ലേ? അനുഭവിച്ച് ലോകമാണോ ഒടുങ്ങുന്നത് അതോ അനുഭവിക്കുന്ന ജീവിക്കുന്ന നമ്മളോ ഒടുങ്ങിപ്പോണത്? എന്താ ഒരു മിണ്ടാതെ? ഇവിടെ ജീവിച്ചവരും അനുഭവിച്ചവരും മുഴുവൻ ലോകത്താൽ അനുഭവിക്കപ്പെട്ടതൊഴികെ നാം ഈ ലോകത്തെ അനുഭവിച്ച് ഇല്ലാതെയാക്കിയിട്ടുണ്ടോ? മരിച്ചുപോയവരുടെ സംഖ്യയല്ലേ ഇവിടെ കൂടുതൽ, ജനിച്ചവരുടെ അല്ലല്ലോ. പിറന്നാൾ ആഘോഷിക്കും. എന്ത് പിറന്നാൾ? പിറന്ന ദിവസത്തിൽ നിന്ന് അകന്നു പോകുന്ന ദിവസം പിറന്നാളാവോ? മരണത്തിനടുത്ത് പോകുന്നത്. അപ്പോൾ പിറന്നാളോ മരണസമീപന ദിവസമോ? എന്താ മിണ്ടാതെ? ഒരാൾക്ക് 5 വയസ്സായി, 80 ആണെങ്കിൽ 80-ൽ 5 തീർന്നു, 6-ാം വയസ്സിൽ അത്രയും തീർന്നു. അപ്പോൾ തീരുന്നതും തീർക്കുന്നതുമാണോ പിറന്നാൾ? അതോ രണ്ടാമതും ജനിച്ച് അങ്ങനെ വർദ്ധിച്ചു വരണതോ? അല്ലല്ലോ. ഭോഗാന ഭുക്ത വയമേവ ഭുക്ത തപോന തപ്തം വയമേവ തപ്ത. തപസ്സിൻ്റെ പേരിൽ നാം പലതും ചെയ്തു. അങ്ങനെ തപസ് ചെയ്ത് നമുക്ക് നേട്ടമുണ്ടായോ അതോ തപസ്സിൻ്റെ പേരിൽ നാം തപിപ്പിക്കപ്പെട്ടുവോ? കാലോനയാതോ വയമേവ യാതാ. നമ്മൾ നാളുകൾ ഇങ്ങനെ നീങ്ങി എന്ന് പറയണു. എവിടെ നീങ്ങി? ഒന്ന് കാണിച്ചു തരൂ. കാലം നീങ്ങിയോ അതോ നമ്മൾ നീക്കപ്പെട്ടുവോ? എന്താ ഒരു മിണ്ടാതെ? കാലോനയാതോ വയമേവ യാതാഹ. നമ്മൾക്ക് പഴക്കമായി, വയസ്സായി, ജീർണപ്പെട്ടു, അവസാനം മറഞ്ഞുപോയി. ഇതാണ് എല്ലാവരുടെയും ജീവിത ചരിത്രം. തൃഷ്ണാന ജീർണ വയമേവ ജീർണ. നമ്മൾ അനുഭവിച്ച് നമ്മുടെ ആശയ്ക്ക് ജീർണത്വമൊന്നും ഇല്ലാതെയാവുന്നില്ല. ഒന്നിൻ്റെ സ്ഥാനത്ത് അനവധിയാണ് പുണപൊട്ടുന്നത്. അതുകൊണ്ട് തൃഷ്ണ, നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹത്തിന് ജീർണത്വമില്ല. തൃഷ്ണകൾ നമ്മളെ ജരപിടിപ്പിച്ച് ജീർണപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്തു പറയുന്നു? ശരിയാണോ? അതാണ് അഷ്ടാവക്രൻ ഉപദേശിക്കുന്നത്. വിഷയാൻ വിഷവത്യജ. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പിന്നെ എന്തു വേണം? ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴി എന്താ? ഞാൻ ഈ പറയുന്ന 5 ഗുണമൂല്യങ്ങൾ നിരന്തരം അഭ്യസിക്കുക, വളർത്തിയെടുക്കുക. മനസ്സും ബുദ്ധിയും ധന്യമാകട്ടെ, അലങ്കൃതമാകട്ടെ, ആരോഗ്യസമ്പന്നമാകട്ടെ, ആനന്ദപൂരിതമാകട്ടെ, അനശ്വരത നിറഞ്ഞു തുളുമ്പട്ടെ. ഈ 5 മൂല്യങ്ങൾ കൊണ്ട്. ഈ 5 മൂല്യങ്ങളിൽ ഒരു മതമില്ല, ഒരു ഈശ്വര വിശ്വാസമില്ല. ക്ഷമ, ആർജവ്, ദയ, തോഷ, സത്യം എന്ന് പറയുന്ന 5 മൂല്യങ്ങളാണ്. ഈ 5 മൂല്യങ്ങളെ പറ്റി നാളെ ഞാൻ പറയാം. ഇപ്പം ഈ പറയുന്നത് മുഴുവനായിട്ടില്ല. ഭർതൃഹരി അദ്ദേഹത്തിൻ്റെ സിംഹാസനം പെട്ടെന്ന് ഒരൊറ്റടിക്ക് വിട്ട് കാട്ടിലേക്ക് പോയി തപസ്സിന് പുറപ്പെട്ടു. അതിനുള്ള കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അന്നുണ്ടായ ഒരു വെളിപാടാണ്. സ്വന്തം കുടുംബാംഗങ്ങളെയും രാജകോലത്ത് പ്രവർത്തിക്കുന്നവരെയും പറ്റി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പുതിയതായിട്ട് ഒരു വിലയിരുത്തലുണ്ടായി, അന്നേ വരെ അറിയാത്തത്. ഇത്രയ്ക്ക് അമളി പറ്റിയിട്ടുണ്ടോ എനിക്ക്? ലോകത്തെ മുഴുവനും രാജ്യത്തെ മുഴുവൻ ഭരിക്കേണ്ടവൻ, എല്ലാ ഉൾപ്രേരണകളെയും മനസ്സിലാക്കേണ്ട ഞാൻ എൻ്റെ രാജധാനിയിലുള്ള പെരിച്ചാഴികളെയും തൊരപ്പന്മാരെയും പറ്റി മനസ്സിലാക്കിയില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷണ്ണനായി വൈരാഗ്യമൂർത്തിയായി പുറത്തങ്ങോട്ട് കിടന്നു. അത് ഞാൻ നാളെ പറയാം. അവിടെ ഞങ്ങളുടെ ഈ മൂല്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം.
അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവം അഹം തദേവ. ഹരി ഓം, ഹരി ഓം. എല്ലാവരും കൂടി ഓ ഹരി ഓം.